Sit down. മനസ്സിലാവുണ്ടോ? ക്വിക്ക് ആക്ഷൻ. ഇപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് മുമ്പോട്ട് വന്നിരിക്കാൻ പറയുമ്പോൾ നോക്കും, വേറെ ആരെങ്കിലും പോയിക്കോ, എനിക്കിത് ബാധകമല്ല. ഡോണ്ട് ഡു ദാറ്റ്. 25 വർഷം പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പോയ സമയത്ത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഇങ്ങനെ ഇരുത്തി. അവിടെ കുറേ വർഷമായിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ഫോട്ടോഗ്രാഫർ നിലത്ത് നിന്നിട്ടൊരു പടം എടുത്തു. സീറ്റ് സെയിം ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. മനസ്സിലാവുണ്ടോ? വെൽ ഡിസിപ്ലിൻ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതില്ല അവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ്. ചലേക എന്ന് പറയും, ഇങ്ങനെയൊക്കെ മതിയെന്ന് പോരാ. ഓക്കെ, യമ എഴുത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. എത്രയായി? ഇംഗ്ലീഷിൽ 7, മലയാളത്തിൽ 8. എത്ര പറ? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. എടുത്തിട്ട് പോടി. ഏതോ ഒരു കുഞ്ഞ് മലപ്പുറത്തൊരു സ്കൂൾ പോയ സമയത്ത് പേന കടിക്കണ്ടായിരുന്നു. ഇവിടെയും കണ്ടു കുറെ മണ്ടന്മാരെ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ച 40 പേന എടുത്തിട്ട് വായ തുറന്ന് കുത്തിക്കയറ്റി. എന്നിട്ടൊരു പടം എടുത്തു, എന്നിട്ട് ഫേസ്ബുക്കിലിട്ടു. എന്ത് വൃത്തികെട്ട സ്വഭാവം എന്ന് ആലോചിച്ച് നോക്കൂ, പേന കടിക്കണേ. മനസ്സിലാണ്ട് പറയണേ. എന്നിട്ടൊരു പടം എടുത്തു. എന്തായിരുന്നു, നിന്റെ ഉപ്പേനയും കൂടി ടാഗ് ചെയ്യാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് വല്ല ഭക്ഷണം കൊടുക്കുക, ചിക്കനോ മട്ടനോ ഒക്കെ, അല്ലെങ്കിൽ പേന തിന്നാന്നോ. ഡോണ്ട് ഡു ഓൾ ദിസ്. ഓക്കെ. യമ, യമ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ്. എന്താണ്? നിയമ, ഡിസിപ്ലിൻ. ആസന, യോഗാസനം. അതാണ് നിങ്ങൾ കാണുന്ന യോഗാസനം. പക്ഷെ എല്ലാവരുടെയും ധാരണ എന്താ? മോനെ, യു സിറ്റ് ഹിയർ, യു ഷിഫ്റ്റ് ദർ, യു സിറ്റ് ദർ. മോക്ക് കാണുന്നില്ല, കഷ്ടപ്പെടുന്നു. യമ, നിയമ, ആസന, പ്രാണായാമ, യോഗാസനമാണ് യോഗ എന്നാ എല്ലാവരുടെയും ധാരണ. അതല്ല, അതിനെ യോഗ എന്ന് തന്നെ പറയാം, അല്ലേ? യോഗാസനം അല്ല യോഗ. യോഗ എന്ന് പറഞ്ഞാൽ 8 സ്റ്റെപ്പ് ഉണ്ട്, ഒരു സ്റ്റെപ്പേ ഉള്ളൂ യോഗാസനം. അതുകൊണ്ട് ഡോക്ടർ TPS യോഗ എന്നടിക്കുക. നോട്ട് എ മങ്കീസ് ജോബ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത്? ചമ്രം പടഞ്ഞിരുന്ന് കാല് മറ്റേൻ്റെ അകത്ത് വെക്കുക, തല കുത്തനെ വെക്കുക. ഇതൊക്കെ മങ്കി ചെയ്യുന്ന പണിയാ. മനുഷ്യൻ തല പൊന്തിച്ചിട്ട് നിൽക്കുന്നത് ആണോ അല്ലയോ? അങ്ങനെ അല്ലെങ്കിൽ 2 ഭഗവാന്മാരെ തലകുത്തി വെക്കുന്നത് സൃഷ്ടിച്ചുകൂടെയിരുന്നു? ഏതെങ്കിലും ഭഗവാന്മാര് തലകുത്തി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും സ്വാമിമാരും ഋഷിമാരും തലകുത്തി വെക്കുന്നുണ്ടോ? ഇല്ല. അത് ആരാ തുടങ്ങിയെന്ന് അറിയാം. മോഡേൺ യോഗ ഇന്ത്യ എന്നുകൊണ്ട് അടിച്ചു നോക്കുക. അപ്പൊ അയ്യങ്കാർ എന്ന് പറഞ്ഞൊരു പേരുമാണ്. അയാൾ തുടങ്ങിയ സർക്കസാണ് ഇന്നത്തെ യോഗ. അല്ലാണ്ട് തലകുത്തി വെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. യോഗയുടെ ആചാര്യൻ ആരാ? പതഞ്ജലി. ആരാണ്? ഇതൊക്കെ അറിയണം. ഞാൻ ചോദിക്കുമ്പോ പടാന്നുകൊണ്ട് ഉത്തരം പറയണം. പതഞ്ജലി യോഗയെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? നല്ല തലകുത്തി നിൽക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ യോഗ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. യോഗേന ചിത്തസ്യ
പദേന വാച. ആരാ ചോദ്യം? ഓക്കെ, വാങ്ങിടുക എന്റെ ചക്രം വാടി. പിന്നെ പറയരുത്, അറിയാലോ എനിക്ക്. യെസ് ഓർ നോ, then come. അതാണ് ഗഡ്സ്. കൊഴപ്പില്ലടി, അതൊന്നും അറിയണ്ട. നീ പാടുണ്ടായിരുന്നു, എന്നെ പിടിച്ചു. ആ യോഗേന ചിത്തസ്യ പദേന. കരേന എന്ന് പറഞ്ഞ കൈകൊണ്ടാണ്. കൈകൊണ്ട് വാക്ക് പറയാൻ പറ്റും ആർക്കെങ്കിലും? വാച എന്ന് പറഞ്ഞ വാക്കല്ലേ, അത് അർത്ഥം ആലോചിക്കുമ്പോ തെറ്റില്ല. പദേന വാച. ആർക്കാ അറിയാ ശരിക്കും? അത് അവൻ, നീ അവന്റെ അഡ്വക്കേറ്റ് ആണോ? നിനക്ക് പൈസ തരുന്നുണ്ടോ മാസം? ഉണ്ടോ പറ. അവൻ ധൈര്യത്തിൽ പറഞ്ഞ എനിക്കറിയാവുന്ന, അതല്ലെങ്കിൽ അവൻ യൂസ്ലെസ് ആണ്. യു വാണ്ട് ടു ബി യൂസ്ഫുൾ ഓർ യൂസ്ലെസ്? Come on then. പറയേണ്ട കാര്യമില്ല, എനിക്കറിയാമെന്ന് പറയാൻ ധൈര്യം വേണം. നിന്റെ കൈ കടിച്ചാൽ ഞാൻ 4 കൊണ്ട് കടുപ്പിക്കും. ഞാൻ നിന്റെ കൈ വരുന്ന പട്ടീനെല്ലാം പിടിച്ച് കടുപ്പിക്കും. വാ ഇങ്ങോട്ട് വാ. ഡോണ്ട് ഡു ദിസ്. ഓക്കെ, കടിക്കരുത്. ഭക്ഷണം മതിയായിട്ടില്ലേ? ചിക്കൻ കിട്ടാത്തോണ്ടാ? അർത്ഥം എന്താ വെച്ചാൽ, യോഗ എന്ന് പറയുന്നത് മനസ്സിന് വേണ്ടിയാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. സർക്കസ് അല്ല, ഫിസിക്കൽ യോഗയല്ല എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടില്ല അല്ലേ? കുറെ യോഗ കണ്ടിട്ടുണ്ട്, കുറെ ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ട്, കുറെ യോഗാസനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. യോഗ ആചാര്യന്മാരുണ്ട്, മണ്ടന്മാര്. ഞാൻ ഹിമാലയൻ ട്രഡീഷൻ യോഗ മാസ്റ്റർ ആണ്. ഐ ആം ഫ്രം സ്വാമി രാമ. ലുക്ക് അറ്റ് സ്വാമി രാമ ഡോക്ടർ TPS. ഗുരുവിന്റെ അടുത്തിരിക്കുന്ന കാണാം. മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരത്. ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസിക്ക് കിട്ടുന്ന ഒരു ടൈറ്റിലാണ് മഹാമണ്ഡലേശ്വർ. എന്താണ്? ഞാൻ മഹാമണ്ഡലേശ്വറിന്റെ ശിഷ്യനാണ്. ഇവിടെ തപ്പിയാ കിട്ടില്ല അങ്ങനെ ഒരാൾ. അണ്ടർസ്റ്റുഡ്? ഫേമസ് ആയിട്ടുള്ള പലരെയും കാണും. അവരൊക്കെ അടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇതുപോലെ വഴക്ക് പറയും അവരെ. യോഗേന ചിത്തസ്യ. ചിത്തം, ചിത്തം മനസ്സാണ്. മനസ്സിന് സമാധാനം കിട്ടാനാണ് യോഗ, ഫിസിക്കൽ എക്സർസൈസ് അല്ല എന്നർത്ഥം. യോഗേന ചിത്തസ്യ. നെക്സ്റ്റ് വൺ, വാക്കുകൾ പറയാനുള്ള കഴിവുണ്ടാക്കി തരണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ മാസ്റ്റർ ആരാ? പതഞ്ജലി. മാനസിക സൈക്കോളജിസ്റ്റിന്റെ പ്രൊഫസർ പതഞ്ജലി. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രൊഫസർ പതഞ്ജലി. പിന്നെ വൈദ്യജന എന്നല്ല വേണ്ട. ച എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ആൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ, മലം ശരീരസ്യ അവിടെ ചേർക്കണം. വൈദ്യകേന, ശരീരത്തിന്റെയും ശരീരത്തിലുള്ള മലത്തെയും. മലം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ വേർപ്പെന്റെ മലാണ്, ആവശ്യമില്ലാത്ത ശരീരത്തിലുള്ള എല്ലാ അനാവശ്യ സാധനങ്ങളെയും പരിപാലിക്കുന്ന ഡോക്ടറാണ് പതഞ്ജലി. സോ ഹീസ് എൻ ആയുർവേദിക് ഡോക്ടർ. ആയുർവേദത്തിന്റെ മഹാഗുരു ആരാണെന്ന് ചോദിച്ചാൽ പതഞ്ജലി. ഓക്കെ, ഇനി ഓരോ ശ്ലോകം കേൾക്കുമ്പോഴും എന്ത് ചെയ്യണം? ഐ ഡോണ്ട് നോ എന്ന് പറയാ. ആ ചെല്ലുന്ന ആളോട് അർത്ഥം ചോദിക്കാം. അവരിപ്പോ പറഞ്ഞു ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു, പിന്നെ അവരെ കാണൂല. ഓക്കെ, എന്നിട്ട് ഗൂഗിൾ ചെയ്യാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ 950 ബാക്കി പറ, ഒരു വാട്സപ്പ് അയക്കും. അപ്പൊ പറഞ്ഞു, ഏത് അർദ്ധരാത്രിക്കും പറഞ്ഞു. ഓക്കെ, യോഗേന ചിത്തസ്യ പദേന വാചാ പിന്നെ വൈദ്യകേന വേണ്ട. മലം ശരീരസ്യ വൈദ്യകേന. പിന്നെ ഓ യോഗ.
ആണോ? ആ പിന്നെ യോപ എന്നാണോ? യോഗാനരൂഢം പ്രവരം മുനീനാം പ്രവനം മുനീനാം പതഞ്ജലിം പ്രാജ്ഞ ജ്ഞാന രാജ്ഞതോസ്മി. ഞാൻ ആ പതഞ്ജലിയെ എന്ത് ചെയ്യുന്നു? നമിക്കുന്നു, അഞ്ജലി ചെയ്യുന്നു. അതാണ് അഞ്ജലി. ആ യോഗ ഗുരുവിന് ഞാൻ സല്യൂട്ടേഷൻ, അഞ്ജലി കൂപ്പി വണങ്ങിടുന്ന എന്നാണ്. ആണോ അല്ലയോ? എവിടെ അവിടെ ഉണ്ട് അഞ്ജലി? ഇങ്ങോട്ട് വാ. അഞ്ജലി, അഞ്ജലിയുടെ കഥ അറിയോ നിങ്ങൾക്ക്? ഇവളുടെ കഥ ഞാൻ ഫുൾ പറയാൻ പോ. 5 വിരലുകൾ തമ്മിൽ അടിപിടി കൂടി. എത്ര വിരലുകളുണ്ട് നിങ്ങൾക്ക്? 5. അതിലേതാ ഏറ്റവും കേമനായിട്ടുള്ള ആള്? തം. കാരണം ഇതാണ് രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാലും ഇവിടെ നാളെ കള്ളം കയറിയാലും എല്ലാവരുടെയും തമ്പി പ്രശ്നം എടുത്ത് ആരാ കട്ടതെന്ന് പിടിക്കും, ഇല്ലേ? സോ വിച്ച് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് യു? നീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഏത് വിരല് വേണം? തം. നമ്മൾ തംസപ്പ് എന്നല്ലേ പറയാ. വിജയത്തിന്റെ സിമ്പിൾ ഇത് അല്ലേ? സോ വിച്ച് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫിംഗർ? അപ്പൊ അടുത്ത ആള് പറഞ്ഞു ഇരിക്കടാ, നിക്കടാ, പോടാ, വാടാ എന്നൊക്കെ പറയുന്ന വിരലേതാ? ചൂണ്ടുവിരല. ജീവിതത്തിന്റെ ചൂണ്ടുവിരലാണ്. ചൂണ്ടുവിരലാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അടുത്ത ആൾ എന്ത് പറഞ്ഞു? ഒരു പയ്യനും 3 അപ്പുറത്തും ഇപ്പുറത്തും 3 സ്ത്രീകൾ. ഏറ്റവും VVIP സെന്ററിൽ ഇരിക്കാം. ആണോ അല്ലയോ? മിഡിൽ ഫിംഗർ പറഞ്ഞു 2 ഭാഗത്ത് 2 ആൾ ഇരുത്തിയിരിക്കണത് ഞാൻ കേമനായതുകൊണ്ടാണ്. ഏതാ ഏറ്റവും കേമനായിട്ടുള്ള ഫിംഗർ? ആ, ഞാൻ നടുവെന്നാ വരുന്നത്. എന്റെ നാട്ടിന്റെ പേര് നടുവിൽ നിന്നാണ്. നടുവ. യെസ്, മിഡിൽ ഫിംഗർ ആണ്. അപ്പൊ ഇയാള് പറഞ്ഞു ഇതൊക്കെ ഉണ്ടായാലും നിനക്ക് വിരലുണ്ടാവണമെങ്കിൽ ആദ്യം കുട്ടി ഉണ്ടാവണം. ആദ്യം കുട്ടി ഉണ്ടാവണമെങ്കിൽ വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റിങ് ഇടണം. വിവാഹത്തിന്റെ സിമ്പൽ എന്താ? റിങ് ആണ്. ഇതാണ് മോസ്റ്റ് ഇമോഷണൽ. ആൾക്കാരെ സ്നേഹിക്കുമ്പോ ഏത് വിരലുണ്ടാ പിടിക്കുക? ഇതുകൊണ്ടാ പിടിക്കുക. എന്നിട്ടാണ് ഫിംഗറില്. യെസ്. പിന്നെ അവസാനം ഇയാൾക്ക് ഒന്നും പറയാനില്ല. അയാൾ എന്ത് പറഞ്ഞു? നിങ്ങളൊക്കെ കേമന്മാരാണ്, പക്ഷെ നിങ്ങളൊക്കെ തെറ്റ് ചെയ്യുമ്പോ ഞാൻ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയും മാപ്പാക്കണേ, അല്ലേ? അപ്പൊ ഏത് വിരലാ മാപ്പാക്കാൻ വേണ്ടി മുമ്പിൽ ഉണ്ടാവുക? ചെറിയ വിരലാണ് പലർക്കും ഇല്ലാത്തത്. അഞ്ജലി ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എപ്പോഴാ? ഡോക്ടർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു, നിങ്ങൾ ലേറ്റ് ആയിട്ട് പോവോ? കറക്റ്റ് സമയത്ത് പോവും. ജപ്പാനിലെ ട്രെയിനിന്റെ ഡോർ അടക്കും. വന്ദേ ഭാരതില്ലേ, അതുപോലെ സ്കൂളിന്റെ ഡോറാണ്. ഒരു സ്കൂളിൽ തന്നെ 15 പിള്ളേരൊക്കെ ഡോറിന്റെ ഉള്ളിൽ ക്രാഷ് ആയിട്ട് മരിച്ചു. Can you imagine? അതാണ് പങ്ക്ച്വാലിറ്റി. സ്കൂൾ ഡോർ അടക്കുമ്പോ കടക്കാൻ പറ്റാണ്. ഞാൻ ഡൽഹിയിൽ ഒരു സ്കൂൾ പോയി. ആ വലിയ സ്കൂളാണ്, ബാൽ ഭാരതി പബ്ലിക് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ വലിയ സ്കൂളാണ്. ഓക്കെ, അപ്പൊ അഞ്ജലിന്റെ പ്രത്യേകത മനസ്സിലായി. അഞ്ജലി കൂപ്പി വണങ്ങിയിടുന്നതെന്ന് അതുകൊണ്ടാ പറയാം. ആ വലിയ സ്കൂളിൽ പോയ സമയത്ത് 8:40 എല്ലാ ടീച്ചേഴ്സും വന്നൊരു ഹാളിൽ ഇരിക്കണം. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം ഡൽഹി കുറേ ദൂരം സഞ്ചരിച്ചിട്ട് ആൾക്കാർ വരിക. അവിടെ തൊട്ടടുത്ത് ക്യാൻറ്റീൻ ഉണ്ട്, യു ക്യാൻ ഹാവ്. 8:40 ആ ഡോറാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിക്ക് അടുത്ത ഡോർ തുറക്കുമ്പോഴേ എല്ലാവരും കടക്കാവും. എല്ലാവരും പഞ്ചിങ്. അങ്ങനെയുള്ള സ്കൂളിൽ പോയി. അസംബ്ലി പ്രോഗ്രാം കഴിഞ്ഞു. എന്നിട്ട് എന്നോട് പ്രിൻസിപ്പൽ ചോദിച്ചു സ്കൂൾ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു മഹാമോശ. എന്തേ കാരണം വെച്ചു? തലേ ദിവസം ഞാൻ 10 ടീച്ചർമാർക്ക് ഇമെയിൽ അയച്ചിരുന്നു, അവർ മറുപടി അയച്ചിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. അപ്പൊ നിങ്ങൾക്കുള്ള അതേ അസുഖം പലർക്കും ഉണ്ട്. അവിടെയൊക്കെ വഴക്ക് പറയാം. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? അതിന്റെ ഭഗവാൻ ആരാ? പതഞ്ജലി. യോഗേന ചിത്തസ്യ പദേന വാച. പിന്നെന്ത് ചെയ്യണം? ശരീരം ക്ലീൻ ആവണം. ശരീരം ക്ലീൻ ആവാൻ എന്ത് ചെയ്യണം? ഡ്രിങ്ക് വാട്ടർ. എത്ര കുടിക്കണം? എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കണം. ഞാൻ 2 കുപ്പി വെള്ളം കൊണ്ടുവന്നുണ്ടായിരുന്നു.
കാരണം വന്നു കഴിഞ്ഞാൽ വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കീപ് ക്യാരി. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അണ്ടർസ്റ്റുഡ്? മന്ത്രമുണ്ട്, എന്താ അറിയോ? പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപി പത്മ ഭൂയാസംഗസ്വാഹ വാക്മനചക്ഷുശ്രോത്രഘ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. ശുദ്ധി വേണം, ശുദ്ധി വേണം, ശുദ്ധി വേണം എന്നാണ്. മുങ്ങിക്കുളിച്ചാലൊന്നും ശുദ്ധി വരില്ല. അവനവൻ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ശുദ്ധി വേണം, കഴിക്കുന്ന ഭക്ഷണത്തിൽ ശുദ്ധി വേണം, പറയുന്ന വാക്കുകളിൽ ശുദ്ധി വേണം. പിന്നെ എന്തിനാ ഈ ഡോക്ടർ DPS ഇങ്ങനെയൊക്കെ വഴക്ക് പറയണെന്ന് വെച്ചാൽ എന്റെ പണി ഇതായി പോയി. പോലീസായ അടിക്കണം, അടിക്കുന്ന കുറ്റാണെന്ന് വെച്ചാൽ അല്ല. അഡ്വക്കേറ്റ് ആയ കളവ് പറയണം, സർജനായാൽ കത്തി വെക്കണം, കീറി മുറിക്കണ്ടേ. ഒരാളുടെ ശരീരം മുറിക്കുന്നത് നല്ലതാണോ മോശമാണോ വെച്ചാൽ ആവശ്യത്തിന് ചെയ്യണം. വഴക്ക് പറയണമെന്ന് വെച്ചാൽ വഴക്ക് പറയണം. മനസ്സിലായോ? ആ കുട്ടി വർത്തമാനം പറയുമ്പോ വേറൊരാൾ വർത്തമാനം പറയുമ്പോ ആ കുട്ടി പറയുള്ളൂ. അതുകൊണ്ട് ആ കുട്ടിക്കല്ല കിട്ടുക, ആ കുട്ടിയോട് വർത്തമാനം പറയുന്ന ആൾക്ക് കിട്ടും. ഇഫ് യു ഡോണ്ട് കെയർ, ദാറ്റ് ബോയ് ഈസ് നോട്ട് ഗോയിങ് ടു ടോക്ക് ടു യു. ഡോണ്ട് ഗിവ് ഇയർ ടു എനിബഡി. മനസ്സിലാവണ്ടോ പറയണേ? നിങ്ങൾ അവരോട് ആന്ന് പറയും, തലകുലുക്കുകയും കേൾക്കുകയും മിണ്ടല്ലാന്ന് പറയുകയും ചെയ്യുമ്പോൾ യു ആർ ലിസണിങ്. വെൻ യു ഡോണ്ട് കെയർ, ഹി വിൽ സ്റ്റോപ്പ് ബൈ ഹിംസെൽഫ്. ഈവൻ അതർവൈസ് ഹി മേക്സ് നോയ്സ്. അവിടെ മോട്ടോർ ബൈക്ക് പോകുന്ന ശബ്ദം നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? അതുപോലൊരു ശബ്ദം, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നർത്ഥം. ഇപ്പൊ രാവിലെ ഞാൻ വരുമ്പോ ഉണ്ടായിരുന്ന ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ആണോ? ഈ മാറ്റം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം, ഓരോ ദിവസവും ഉണ്ടാവണം. നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്. ക്ലാസ്സിൽ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്ക് കീപ് ക്വയറ്റ് എന്നാണ്. ഞാൻ പറയാറില്ല. എനിക്ക് 300 LKG പിള്ളേരെ തന്നാലും അവരോട് ഒരു പ്രാവശ്യം പോലും കീപ് ക്വയറ്റ് എന്ന് പറയാതെ ഐ നോ ഹൗ ടു മേക്ക് ദം കീപ് ക്വയറ്റ്. ആദ്യം വരുന്ന ആൾ അവിടെ ഇരിക്കും, അടുത്ത ആള്, മൂന്നാമത്തെ ആൾ മിണ്ടാണ്ട് അവിടെ വന്നിരുന്നോളൂ. 2 ആള് ചറപറയാക്കിയ മൂന്നാമത്തെ ആളും ഈ റൂം ഫുൾ ക്ലീൻ നീറ്റാന്ന് വിചാരിക്കും, എല്ലാം വെക്കേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ട് വെച്ചു വിചാരിക്കും. അടുത്ത് വരുന്ന ആൾ അതുപോലെ വെക്കും. അപ്പോ ഡിസിപ്ലിൻ മനസ്സിലാവുണ്ടോ? അതിനെ എല്ലാം കൂടിയിട്ടുള്ളതാണ് നിയമം. എന്താണ്? ക്യാമ്പിൽ യോഗ ഉണ്ടെന്ന് എഴുതിയിട്ട് നിങ്ങൾ 4 സർക്കസ് കാണിച്ചുകൊണ്ടൊന്നും ഒരു യോഗയല്ല. നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന ഈ യോഗയാണ് യോഗ. ഇനി നിങ്ങൾക്ക് പ്രാണായാമം പഠിക്കണം എന്ന് വിചാരിക്കും. അടുത്ത സ്റ്റെപ്പ് പ്രാണായാമം. അമ്മയുടെ മടിയില് കമന്ന് കടന്നിട്ട് അമ്മയുടെ കൈ പുറത്തൊന്ന് തട്ടാൻ പറയാം. കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടൊക്കെ നെക്കട്ടൊക്കെ ഇടുമ്പോ ചെയ്യാറില്ലേ? എന്തിനാ അങ്ങനെ ചെയ്യണേ? ശ്വാസം നന്നാക്കാനാ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളെ പ്രാണായാമം പഠിപ്പിച്ചതാരാ? അമ്മയാണ്. അമ്മയിൽ കവിഞ്ഞൊരു ഗുരുവൊന്നും ഇല്ല പ്രാണായാമം പഠിക്കാൻ. ഈ മെഡിറ്റേഷൻ മാസ്റ്റർ ഹിമാലയ എന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുള്ളത് എന്റെ അമ്മയാണ് എന്നെ പ്രാണായാമം പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ നിങ്ങൾ കിടക്കുന്നത് കമന്ന് കിടക്കുക വയ്യ അല്ലേ? ബെഡിൽ പോയിട്ട് എങ്ങനെ കിടക്കും? ആ കമന്ന് കിടക്കുമ്പോഴാണ് ഒരു സുഖം. അപ്പൊ പ്രാണായാമം പഠിക്കാനുള്ള മെത്തേഡ് ഡോക്ടർ TPS. പ്രാണായാമം എന്നിട്ട് ആരും ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് മെഡിറ്റേഷൻ എന്നിട്ടുണ്ട് പേര്. പോയി കേൾക്കുക, ഒരു പ്രാവശ്യം കാണണം. കാരണം എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ പടം എന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അവരുടെ കൂടെ ഞാൻ ഇരിക്കുന്ന പടം. അവരെന്റെ കൂടെയല്ല, ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്ന പടം. ഓക്കെ, അപ്പൊ എന്റെ 2 ഗുരുക്കന്മാരെ കാണാം. ഒന്ന് എന്റെ മെഡിറ്റേഷൻ മാസ്റ്റർ. മെഡിറ്റേഷൻ മാസ്റ്റർ എന്നല്ല നമ്മൾ പറയാ, സമാധി മാസ്റ്റർ തന്നെയാണ്. സൈലൻസ് മാസ്റ്റർ എന്നാണ് പറയാ. എന്നെ സൈലൻസ് പഠിപ്പിച്ചതാണ്. ഞാനിപ്പോ വയലന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പറയുന്നതൊക്കെ വയലന്റ് ആയിട്ടുള്ള വാക്കുകളാണ് അല്ലേ? പക്ഷെ ഡോക്ടർ TPSന്റെ ഹാർട്ട് ബീറ്റിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ECG ഇലക്ട്രോ എൻസിലോഗ്രാഫ്, പൾസ്, EEG ഇലക്ട്രോ എൻസിലോഗ്രാഫ് എടുത്തൊക്കെ സ്ട്രെയിറ്റ് ലൈൻ കാണും. കാരണം ഇതൊന്നും എന്നെ ബാധിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ ബാധിക്കാൻ വേണ്ടി പറയണം. പക്ഷെ മിക്കവാർക്കും ആൾക്കാർക്ക് എന്താ പറ്റുക? അവരുടെ പ്രഷർ കൂടും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന, എനിക്ക് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 ദിവസം ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണ്ടേ? മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്ന് വിചാരിക്കണ്ട. ഉണ്ട്, നല്ല പോലെ മനസ്സിലുണ്ട്. മനസ്സുണ്ടെങ്കിൽ മനസ്സിലുണ്ടാവും എന്തെങ്കിലും.
ഡിസിപ്ലിൻ ആണ് ഇല്ലാത്തത്, ധൈര്യമാണ് ഇല്ലാത്തത്. അതുണ്ടാവണം. ഫൈൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെ കുറിച്ച്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ തപ്പി നോക്കണം. അപ്പൊ പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ അയുക്ത അഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. പ്രാണായാമം നന്നായിട്ട് ചെയ്താൽ ഒരു അസുഖവും വരില്ല. തെറ്റായിട്ട് ചെയ്താൽ കുറെ അസുഖം വരും. പലർക്കും ഉള്ള കുഴപ്പം, അവന് ഭക്ഷണം വേണ്ട അച്ഛ വേണ്ട അത്ര തന്നെ നിർബന്ധിച്ച് കൊടുക്കുമ്പോഴാണ് ആ സുഖം ഉണ്ടാവുക. സുഖമില്ല അവൻ. നിങ്ങൾക്ക് വയറുവേദന ഉണ്ട്, ഛർദി ഉണ്ട്, തലവേദനയുണ്ട്, പനിയുണ്ട്, ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, എല്ലാ അസുഖവും മാറും. മിക്കവാറും അസുഖങ്ങൾ വരുന്നത് മൈഗ്രെയിൻ, ഹെഡേക്ക്, ഇൻഡിസിപ്ലിൻഡ് ഫുഡാണ്. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ എന്റെ ഡിസിപ്ലിനാണ്. ഗോട്ട് ഇറ്റ്? ആസ്മ, ASTHMA, ആസ്മ. പാകിസ്ഥാൻ ASMA അല്ല. ആസ്മ വരുമ്പോ എന്ത് ചെയ്യണം? നല്ലപോലെ കുഴമ്പിട്ട് തേച്ച് കുടിക്കുക. ആർക്കെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് മരുത്തരാൻ ആണ് ഗ്യാരണ്ടി. ആദ്യം സ്കിൻ ക്ലീൻ ചെയ്യണം. മീൻ കഴിക്കൽ നിർത്തണം. മിക്കവാറും ആൾക്കാർക്ക് അസ്മ വരാൻ കാരണം ശ്വാസം കിട്ടാണ്ട് മരിക്കുന്ന ഒരു ജീവിയാണ് മീൻ. അതിലുണ്ടാകുന്ന കുറെ കെമിക്കൽസ് ഉണ്ട്. ശ്വാസം കിട്ടാത്തപ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ നിങ്ങൾ കഴിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കയറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് അതിന് പടഞ്ഞ് മരിക്കും. യെസ് ഓർ നോ? നിങ്ങളും പടഞ്ഞ് ചാവും. അത് മാത്രല്ല, ഒരു കാര്യം പറഞ്ഞ കുറെ ഉണ്ട് കാരണങ്ങൾ. ഒരു കാരണം ഇനി ജന്മന ആണെങ്കിൽ അമ്മ ഗർഭിണിയാവുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഒന്ന് എടുത്ത് കാണിക്കാതെ. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം പ്രഗ്നൻസി എങ്ങനെ വേണം എന്ന് നിർബന്ധിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതൊക്കെ ഡോക്ടർ DPS ബുക്കാ. പൊക്കി കാണിക്കത്. യാ ഗോട്ട് ഇറ്റ്? നിങ്ങൾക്കൊക്കെ ഈ ബേസിക് ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ജനിക്കുന്ന ദിവസം അമ്മയുടെ സ്വഭാവം എന്തായിരുന്നോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ 5 കുട്ടികൾ 5 ഡിഫറെന്റ്. എല്ലാ ദിവസവും ഒരേപോലെയുള്ള സ്വഭാവം. എന്താണോ അന്ന് അമ്മ കഴിച്ചിരുന്നത് അത് മക്കളെ എഫക്ട് ചെയ്യും. ഗോട്ട് ഇറ്റ്? അന്ന് നമുക്ക് നല്ല ദേഷ്യമുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമുള്ളവരായിട്ട് മാറും. അതാണ് മഹാഭാരതത്തിലൊക്കെ കഥ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റണം? മെയിൻ്റനൻസ് കൊണ്ട് മാറ്റണം. പ്രൊഡക്ഷൻ കൊണ്ട് മോശമാണെങ്കിൽ മെയിൻ്റനൻസ് കൊണ്ട് മാറ്റണം. അപ്പൊ നിങ്ങൾ എന്ത് കഴിക്കുന്നു അതിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ സ്വഭാവം. അതിനെയാണ് ഭഗവത്ഗീതയിൽ 15ാമത്തെ ചാപ്റ്റർ, ആ സബ്ജക്റ്റിന്റെ പേരാണ് മൈക്രോബയോട്ടിക്സ് ഓർ മൈക്രോബയോട്ടിക്സ്. നിങ്ങൾ എന്ത് കഴിക്കുന്നു? ബ്യൂട്ടി വിത്തൗട്ട് ക്രൂവാലിറ്റി, BWC.org വെബ്സൈറ്റ് നോക്കിയാൽ പഠിക്കാം. ഓക്കെ? അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മീറ്റ് എഗ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് അടിച്ചു നോക്കുക വെറുതെ. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ചാവുമ്പോ എങ്ങനെയാണ് പട്ടഞ്ഞ് മരിക്കണത്. ആ തിന്നുമ്പോ നമ്മുടെ ഉള്ളിൽ എന്ത് വരും? ദേഷ്യം, ക്രോധം ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ബ്ലഡ് ആണ് നിങ്ങൾ കഴിക്കുന്നത്. എവറി മീറ്റ് വിച്ച് യു ഈറ്റ് ഈസ് എ ബിറ്റ് ഓഫ് ബ്ലഡ്. നിങ്ങൾ കഴിക്കുന്ന എല്ലാ മീറ്റിന്റെ ഉള്ളിലും എന്തുണ്ട്? ബ്ലഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് കുടിക്കുന്നവരാ? ബ്ലഡ് കുടിക്കുന്നവരാ. അവരെയാണ് രാക്ഷസന്മാരെന്ന് പറയുന്നത്. ശവമാണ് കഴിക്കുന്നത്. ആ ശവം കഴിച്ചാൽ ദഹിപ്പിക്കുന്ന സ്ഥലത്തിന് ശ്മശാനം എന്നാ പറയാ. വയറിൽ ദഹനം നടക്കുമ്പോൾ നിങ്ങളുടെ വയറൊക്കെ എന്താണ്? മൊബൈൽ ശ്മശാനങ്ങളാണ്. ഭക്ഷണം നിങ്ങൾ തീരുമാനിക്കുക. ഞാനും നല്ലപോലെ കഴിച്ചിട്ടില്ല. മട്ടനും ചിക്കനും ബീഫും ഫ്രോഗും സ്നേക്കും ഡോഗും ക്രൊക്കഡൈലും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ വലിയ ഫാക്ടറിയിൽ എല്ലാ ശവവും ഇടും. പുറത്ത് വരുമ്പോൾ നല്ല സാൻഡ്വിച്ച് വരും, ബ്യൂട്ടിഫുൾ ഹൽവ, 1 മില്ലിമീറ്റർ തിക്നെസ്സിൽ. അതെടുത്തിട്ട് ബ്രെഡിന്റെ ഉള്ളിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ചു ദിവസം കഴിച്ചപ്പോഴാണ് ഈ ഫാക്ടറി കാണണമെന്ന് തോന്നിയത്. ഫാക്ടറി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാനെ, ജന്മത്തിൽ ഇനി ഞാൻ കഴിക്കില്ല. മനസ്സിലാവുണ്ടോ? അങ്ങനെ വിട്ടാളാ. എൻ്റെ അച്ഛൻ ഹണ്ടിങ്ങിനൊക്കെ പോയിട്ട് തോക്കൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ.
എല്ലാ സാധനത്തിനെയും കൊന്നു തിന്നുന്ന വർഗ്ഗമായിരുന്നു. പിന്നെ നിർത്തി. അതുകൊണ്ട് നല്ലോണം തിന്നണം. ഏതുവരെ? ബോധം വരുന്നത് വരെ. മനസ്സിലായോ? കുറെ കഴിഞ്ഞ് ബോധം വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ അവസാനം എന്ത് ചെയ്യും? കിഡ്നി ഫെയിലിയർ ആവും. ഓക്കെ, ലിവർ സിറോസിസ് വരും, കുറെ അസുഖങ്ങൾ വരും. അപ്പൊ സഹിച്ചോളാം. ഇപ്പൊ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സ്പിരിച്വൽ, ഇതൊക്കെ ഈ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. യോഗേന ചിത്തസ്യ പതേന വാച മലം ശരീരസിക വൈദ്യേന. ശരീരം ക്ലീനാക്കി സൂക്ഷിക്കണം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം. എന്താ പ്രത്യാഹാരം? നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എവിടെ ശ്രദ്ധിക്കണോ അവിടെ ശ്രദ്ധിക്കാനുള്ള കഴിവിനെയാണ് പ്രത്യാഹാരം. പ്രതി ആഹാരം. എന്നെ കിട്ടുന്നതൊക്കെ എനിക്ക് ആഹാരം. ആഹാരം തിന്നുന്ന വയറ് മാത്രമല്ല. ഫൈൻ. ചിലപ്പോ ആവശ്യമില്ലാന്ന് തോന്നിയാ വേണ്ട. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കുറെ കഴിക്കുമ്പോഴാ. വിശന്ന് കിടന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ കഴിച്ചാൽ മതി. നല്ലോണം വെള്ളം കുടിക്കണം. പക്ഷെ ഇന്ന് രാത്രി പോയി എത്ര ലിറ്റർ വെള്ളം കുടിക്കും ഉറങ്ങുന്നതിന് മുമ്പ്? 3 ലിറ്റർ വെള്ളം കുടിക്കാം. ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യോ? പോരാ. എന്താ ഗുണം ഉണ്ടാവുമെന്നറിയോ? നാളെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കും. അല്ലെങ്കിൽ ബെഡ് വെയിലത്തിടേണ്ടി വരും. ഇപ്പൊ വെയിലും ഇല്ല, മഴയാണ്. ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന്. അപ്പൊ പറയും അവൻ അവിടെ ഒപ്പിച്ചത് രാത്രി. രാവിലെ എഴുന്നേക്കാൻ പോയില്ലയോ കുറെ വെള്ളം കുടിച്ചാല്? കൺട്രോൾ തെറ്റുവാ. അങ്ങനെയാണെങ്കിൽ വേണ്ട. പിന്നെ അമ്മയും അപ്പനൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയും ഇത് ആരെ ഈ പണ്ടത്തരം പറഞ്ഞു കൊടുത്തത്, എന്നെ വഴക്ക് കേൾപ്പിക്കണോ? അപ്പോ രാവിലെ എഴുന്നേറ്റ് പോവാം. പിന്നെ തിരിച്ചു വന്ന് കിടക്കരുത്. എന്ത് ചെയ്യണം? ഒട്ടനെ പഠിക്കാൻ തുടങ്ങും. കാരണം ഏറ്റവും പഠിക്കാൻ പറ്റിയ സമയം ബ്രാഹ്മ മുഹൂർത്താണ്. ബ്രഹ്മാവ് ഉണരുന്ന സമയത്തിനെയാണ് എന്ത് പറയാ? ബ്രാഹ്മം. നിങ്ങൾ എന്താ ചെയ്യണ ആ സമയത്ത്? കിടന്നുറങ്ങുന്നതായിട്ട് അഭിനയിക്കുകയാണ്. ഉറങ്ങണില്ല ശരിക്ക്. അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടാവും, ഓട്ടോറിക്ഷ പോകുന്നുണ്ടാവും, പാൽക്കാരൻ പോകുന്നുണ്ടാവും, പേപ്പർ ബോയ് പോകുന്നുണ്ടാവും, ബസ് പോകുന്നുണ്ടാവും, എല്ലാ ശബ്ദവും കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉറങ്ങുന്നത് പോലെ കിടക്കും. അതിന്റെ പേരാണ് തൂഷ്ണീഭാവം. ഇതൊക്കെ എഴുതെന്റെ ശവങ്ങളെ. ജീവനുള്ളവരെയാണ് ശവമില്ല എന്ന് പറയാ, അല്ലെ? നിങ്ങൾ എഴുതാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല? ജീവനില്ല. തൂഷ്ണീഭാവം ആരാ പറഞ്ഞത്? വിവേകാനന്ദൻ. വിവേകാനന്ദൻ പറഞ്ഞത് ലോകത്തിലെ യൂത്ത്, യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുക എന്നുള്ളതാണ് കുഴപ്പം. ഇനി അങ്ങനെ ഇരിക്കുവോ? ഉണർന്നാൽ ഉടനെ എഴുന്നേക്കണം. ഉറക്കം വരുമ്പോഴേ കിടക്കാവൂ. വെറുതെ സമയം കളയരുത്. എത്ര പണി ചെയ്യാന്നറിയാം നിങ്ങൾക്ക്? നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് ചോദിക്കാണ്ടിരുന്നാൽ 5 ഇൻറ്റു ഇതിൽ എത്ര പേരുണ്ട്? 40 പേരുണ്ടെന്ന് ഇരിക്കും. 5 ഇൻറ്റു 40 200 നിമിഷം നഷ്ടമായി. മനസ്സിലാവണ്ടോ നിങ്ങള്? ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ, നീ. വായ തുറന്നിട്ടാ പറയാം. പറയുമ്പോ വായ അടക്കുന്ന ഒരു വാക്കുണ്ട്. ഏതാണെന്നറിയോ? ഞാനും നീയും കൂടി എന്തായി പറയും? നമ്മൾ എന്ന് പറയും. വായ അടച്ചിട്ടല്ലേ പറയാൻ പറ്റൂ? നമ്മൾ. എന്താണ്? വായ തുറന്ന് പറയുന്നതാണ് ഞാനും നീയും. വായ അടച്ചു പറയുന്നതാണ്. വേറെ വായ അടച്ചു എന്നൊരു പണിയുണ്ട്. എന്താ അറിയോ? മോളിവിടെ വന്നപ്പോ ഉമ്മ കൊടുക്കുമ്പോ വായ തുറന്നിട്ട് ഉമ്മ കൊടുക്കാൻ പറ്റുമോ? സ്നേഹം കാണിക്കുന്നതിന്റെ മാർഗമാണ് വായ അടക്കുക. അങ്ങനെയാണ് ഉമ്മ കൊടുക്കുക, അല്ലെ? വായ തുറന്നിട്ട് ആർക്കും ഉമ്മ കൊടുക്കാൻ പറ്റും. അപ്പൊ വായ അടച്ച് ചെയ്യുന്ന കർമ്മങ്ങളില് ഞാനും വേറൊരാളും ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലാവുണ്ടോ? അമ്മ ഉമ്മ തരാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ടോ? എല്ലാ ദിവസവും പറ്റുന്ന. ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ അമ്മ ഹൈദരാബാദിൽ എന്റെ കൂടെ വന്ന് താമസിക്കുമ്പോ ഞാൻ കേറി വരുമ്പോഴേ അമ്മ ചായ വെക്കാൻ പോകും. ഞാൻ പറയാം അമ്മ എവിടെ ഇരിക്കും, എന്നിട്ട് മടിയിൽ കുറച്ച് സമയം കിടക്കും.
അപ്പൊ അമ്മ തലയിൽ വെച്ചിട്ട് എന്ത് പറയും? മോനെ നീ നാളെ നന്നാവും. മരിക്കുന്നത് വരെ എപ്പോ കണ്ടാലും ആദ്യം ചെയ്യണതാണ്. ചത്തിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാവണ്ടോ? മരിച്ചാ പോയി, ഇത്ര. ആര് മരിച്ചാലും കരയാറില്ല, കരയാൻ പാടില്ല. പോട്ടെ നോക്കണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലൊക്കെ ഡാൻസ് കളിക്കാല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുക, ആഘോഷമാണ്. അങ്ങനെ ചെയ്യാം. നോർത്ത് ഇന്ത്യയിലും അങ്ങനെയാണ് ഡാൻസ്. നിങ്ങളെ കഥ കേട്ടിട്ടുണ്ട് തെരിയാതെന്ന്? ചെന്നൈയിലൂടെ ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഒരാളോട് ചോദിച്ചു, ഈ വലിയ ബിൽഡിംഗ് ആരുടെയാണ്? അപ്പൊ കണ്ടാള് ചോദിച്ചു, ഇത് ആരുടെ ബിൽഡിംഗ് ആണ്? തെരിയാതെ. ആരുടെയാണ്? പക്ഷെ ഇവന് തെരിയാതെന്ന് പറഞ്ഞാൽ അറിയില്ല എന്നറിയില്ല. അമീർ ചെയ്ത ഒരാളുടെ പേരാണ് ചോദിച്ചു, തെരിയാതെ. കുറച്ച് കഴിഞ്ഞാൽ സിനിമാ തിയേറ്റർ, ഇതായിരുന്നു തെരിയാതെ. എന്റെ ഭഗവാനെ, ആ ബിൽഡിങ്ങും തെരിയാതെ, ഈ ബിൽഡിങ്ങും തെരിയാതെ. കുറച്ച് കഴിഞ്ഞപ്പോ ശവമ്പോ ഉണ്ട്, ഇതാരാ ചത്തോ ചോദിച്ചു, തെരിയാതെ. എന്റെ ഭഗവാനെ, ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള മനുഷ്യൻ ചത്തും പോയി. അറിവ് വേണോ വേണ്ടയോ? അല്ലെങ്കിൽ എന്തുണ്ടാവും? തെറ്റിദ്ധാരണ ഉണ്ടാവും. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുക. യോഗ എന്ന് കേൾക്കുമ്പോ എല്ലാവരുടെയും ധാരണ തലകുത്തി നിൽക്കലാണല്ലേ. എന്റെ കവിതാ ബുക്ക് ഉണ്ട്, റിതം ഓഫ് ലൈഫ്. അതിനകത്തൊരു കവിതയുണ്ട്, യോഗ ഈസ് നോട്ട് മില്ലിപ്പേഡ്. മില്ലിപ്പേഡ് എന്ന് അറിയാം നിങ്ങൾക്ക്? എന്താണ് മില്ലിപ്പേഡ്? തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ടു പോകുന്ന സാധനമില്ലേ, അതിന് എത്ര കാലുണ്ട്? മില്യൺസ് ഓഫ് ലെഗ്സ് എന്നാണ്. മില്യൺ ഒന്നും ഇല്ല, പക്ഷെ അങ്ങനെയാ പറയാ. മില്യൺ എന്ന് പറഞ്ഞാൽ കുറേ എന്നർത്ഥം ലിറ്ററേച്ചറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ. എത്രയുണ്ട്? മില്യൺസ് ഓഫ് ലെഗ്സ്. പിന്നെ നോക്കിയാൽ മതി, ആ ഇന്റർനെറ്റിൽ അവൈലബിൾ ആ, ഫ്രീ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇന്റർനെറ്റ്. മില്യൺസ് ഓഫ് ലെഗ്സ്. അപ്പൊ ഞാൻ രാവിലെ ഒരു ദിവസം പത്രം വായിക്കുമ്പോ യോഗ ഡേയിലാണ്. മോദി കുറെ ആൾക്കാർ ലൈനിൽ വെക്കണം. അപ്പൊ ഫോട്ടോഗ്രാഫർ പണ്ടെടുത്ത സമയത്ത് ഇങ്ങനെ കാല് മാത്രം കറക്റ്റായിട്ട് യോഗ ചെയ്യുന്ന പിക്ചറാണ്. ഓക്കെ, യോഗ ഡേ. ഞാൻ നോക്കുമ്പോൾ എന്റെ വീട്ടിൽ ഈ തേരട്ടിൽ ഒരു മില്ലിപ്പേഡ്. ഉടനെ ഞാൻ എഴുതിയ കവിതയാണ്, യോഗ ഈസ് മില്ലി നോട്ട് മില്ലിപ്പേഡ്. അങ്ങനെ നിരത്തി നിൽക്കുന്നതല്ല യോഗ. മനസ്സിലാവുണ്ടോ? യോഗ ചെയ്യുന്ന സമയത്ത് അവനവൻ ഇഷ്ടമുള്ള പോലെ കമന്ന് കിടന്നിട്ട് വീട്ടിൽ കിടന്നിട്ട് അവനവൻ ചെയ്യാനുണ്ടായി. കുറെ ആൾക്കാർ കൂടിയിട്ടല്ല മെഡിറ്റേഷൻ ഉണ്ടാക്കുക. ഓക്കെ, പ്രത്യാഹാരം. വേറെ ഒന്നിലും ശ്രദ്ധിക്കാണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ 2-3 പേര് കൂടെ പോയിട്ട് പറയും, ഞങ്ങൾ കൂടെ പോയിട്ട് യോഗ ചെയ്തു. വേറെ ആരും ശ്രദ്ധിക്കാണ്ടിരുന്ന കൂടെ ആളുണ്ടോ നിങ്ങൾ അറിയോ? പിന്നെ ഇങ്ങനെ എന്റെ ഫാമിലിയും ഞാനും കൂടെ പോയിട്ട് പഠിച്ചു എന്ന് പറയാ. അവിടെ പോകുമ്പോൾ നമ്മൾ ഒറ്റക്കാണ്. ഗോട്ട് ഇറ്റ്? പ്രത്യാഹാര ധാരണ. ഒരു കാര്യത്തിൽ നല്ല ധാരണ വേണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ്. എന്ത് പ്രശ്നം ഉണ്ടായാലും, ബോംബ് പൊട്ടിയാലും. ചേർത്തലൊരു കോളേജിൽ പോയിട്ട് KSUം SFIയും അടിയാണ്. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഹൈദരാബാദിൽ നിന്ന് വന്നാ ക്ലാസ് എടുക്കാനായിട്ട്. പ്രിൻസിപ്പൾ വന്ന് ക്ലാസ് വിടാൻ പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ആരോടാ പറയണേ? അവിടെ പ്രശ്നമാണ്. അവരിവിടെയല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവിടെയല്ലേ. ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരുത്തൻ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അടിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കിട്ടും. എൻ്റെ അടുത്ത് ധൈര്യം ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റും. ഒറ്റ ഒരുത്തും നോക്കില്ല. പ്രിൻസിപ്പളിങ്ങനെ അന്തം വിട്ടിരിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആൾ കാണും. അടിയിൽ ആന്ന് കേട്ടാൽ മതി, ക്ലാസ് വിടുന്ന ആളാ. ഫുൾ ക്ലാസ് എടുത്തിയാണ്, ഒറ്റ ഒരുത്തം കയറിയില്ല. നല്ല ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. കാരണം അവർക്കാണ് ആദ്യം വിടേണ്ടതേ, അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു പയ്യന്നൂര്. സമരം നടത്തിയ ഉടനെ ബസ് വിടാൻ പറയും. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകാനാണ് കോളേജ് ബസ്. സമരം കഴിഞ്ഞ് പോകാനല്ല. വേണമെങ്കിൽ പൈസയും കൊടുത്തിട്ട് എത്ര കിലോമീറ്റർ നടക്കണം എന്ന് പറയാം. 4 കിലോമീറ്റർ നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. നടക്ക്, ഗെറ്റ് ഔട്ട്, എല്ലാവരും പോകാൻ പറഞ്ഞു. ബസ് വിടണമെന്ന് പറഞ്ഞു. അത് വിടില്ല. എന്റെ ടേബിളിലുള്ള ഗ്ലാസും അതും ഇതും ഒക്കെ അടിച്ചു പൊട്ടിച്ചു. മനസ്സാ വിചാരിച്ചു ഇവൻ നന്നാവില്ല. അടിച്ചവൻ 8 ദിവസം കഴിഞ്ഞപ്പോ പോലീസ് പിടിച്ചവൻ. വലിയൊരു കേസിൽ എഞ്ചിനീയറിംഗ് നിർത്തി. ഇപ്പൊ കൂത്തുപറമ്പ് ഭാഗത്ത് ഗ്രില്ലിന്റെ പണിയെടുക്കണം. എങ്ങനെയുണ്ട്? എന്നെ പഠിപ്പിച്ച മാഷിന്റെ സിസ്റ്ററുടെ മോനായിരുന്നു. അബദ്ധത്തിൽ അങ്ങനെ ആയിപ്പോയി. കാലേ കയ്യെ പിടിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കേസ് അല്ലത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനേ അല്ല പിടിച്ചത്.
ഞാൻ കേസും കൊടുത്തിട്ടില്ല, അറിയാണ്ട് ശപിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതെന്റെ കയ്യിലല്ല, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഒരു പാർട്ടിക്കാരുണ്ടായിട്ടില്ല അവൻ രക്ഷിക്കാൻ. അങ്ങനെ ആർക്കും ഇടപെടാൻ പറ്റാത്തൊരു കേസിലാണ് പെട്ടത്. മനസ്സിലാവുണ്ട് പറഞ്ഞു. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഡിസിപ്ലിൻ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ, എല്ലാത്തിനെ കുറിച്ചും ഒരു ധാരണ. ഞാൻ ഈ വഴിയിൽ പോയാൽ എവിടെ എത്തും എന്നൊരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ കഷ്ടപ്പെടും. 60 വയസ്സ് വരെ ജീവിച്ചാൽ 60ാമത്തെ വയസ്സിൽ നമ്മൾ ചത്തു എന്ന് വിചാരിക്കാം. ചാവാണ്ടിരിക്കട്ടെ. ഞാൻ 89 വയസ്സ് വരെ ജീവിക്കും. 89 വയസ്സ് 13 ദിവസം. ആ വയസ്സ് വരെ ജീവിച്ച് ഞാൻ ചാവുമ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഈ ജന്മത്തിൽ. മനസ്സിലാവുണ്ടോ? അത് പറയണമെങ്കിൽ അപ്പ ആലോചിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ ആലോചിക്കും. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചാൽ ഞാൻ ചിതക്ക് തീ കൊളുത്തുമ്പോ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. എനിക്ക് 4 വയസ്സേ ഉള്ളൂ, എന്നെ അതിനൊന്നും സമ്മതിച്ചില്ല. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. വായുരെല്ലം അമൃതപതേതം ഭസ്മാന്തം ശരീരം ഓം കൃതോ സ്മര കൃതം സ്മരഹ. ഞാൻ ഈ ശവത്തെ കത്തിക്കാൻ പോവുകയാണ്. അത് അവസാനം ഭസ്മമായി വായുവിൽ അലിഞ്ഞു ചേരുന്ന വായുവായി മാറി ബാക്കി 60 ഗ്രാം ഭസ്മമായി മാറുമ്പോ അച്ഛ ആലോചിക്കുക എന്താ ചെയ്തത് ഈ ജന്മത്തില്. ആരോടാ ചോദിക്കണേ? കത്തി ശവമാവാൻ പോകുന്ന ശവ ഉത്തരം പറയാൻ വേണ്ടിയാണോ ചോദിക്കണേ? നമ്മളോട് ജീവിച്ചിരിക്കുമ്പോ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ 60 വർഷം ജീവിച്ചാൽ എന്തൊക്കെയാ ചെയ്യണം. എന്തുകൊണ്ടാണ് 60 പറയുന്നത്? 120 പുരുഷായുസ്. 120 വർഷമാണ് നമ്മുടെ എല്ലാ ജാതകത്തിലെ ദശകളൊക്കെ കൂട്ടിയാൽ 120 കിട്ടും. ഫൈൻ. പക്ഷെ 120 വരെ ഭഗവാൻ കൃഷ്ണൻ പോലും ജീവിച്ചിട്ടില്ല. 103.5 വയസ്സിലാണ് മരിച്ചത് അങ്ങോര്. വളരെ റെയർ ആയിട്ടാണ്. പക്ഷെ അതിലും കവിഞ്ഞ് ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഭീഷ്മരൊക്കെ 300 വർഷമാണ്. ഇപ്പൊ നമുക്കൊക്കെ 67 വയസ്സാണ് ഗവൺമെന്റ്. അത് ലേഡീസിനാണ് കുറച്ചും കൂടി അധികം ലൈഫ് എക്സ്റ്റൻഷൻ ഉള്ളത്. ജെൻസ് ആണ് വേഗം ചത്തുപോകും. അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അവർക്കാണ് വേറെ വേണ്ടാത്ത ചിന്തകളൊക്കെ, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത കാലത്ത് ഇൻഷുറൻസിന് ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു, പുതിയൊരു ഇൻഷുറൻസ് എന്താ? വിധവാ പെൻഷൻ ആണ് നല്ലത്. അതുപോലെ വിധവാ ഇൻഷുറൻസ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അധികം പ്രശ്നമില്ല. കാരണം പണ്ട് കാലത്ത് പുരുഷന്മാർക്ക് വയസ്സ് കൂടുതലും സ്ത്രീകൾക്ക് വയസ്സ് കുറവാണ്. അത് അതുകൊണ്ടല്ല, സ്ത്രീകൾക്ക് മെച്യൂരിറ്റി പെട്ടെന്നുണ്ടാവും. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കാളും അജ്ഞരാണ് 13 വയസ്സുള്ള ഒരു ആൺകുട്ടി. അല്ലേന്ന് പറയും. നിങ്ങൾ ഏത് പ്രായത്തിൽ നോക്ക്. 30 വയസ്സുള്ളൊരു ആണിനുണ്ടാവുന്ന പക്വതയാണോ 30 വയസ്സുള്ള പെണ്ണിനുണ്ടാവുക? പെണ്ണുങ്ങൾക്ക് വേഗം പക്വത ഉണ്ടാവും. കാര്യകാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവുണ്ട്, ഇല്ലേ? അതുകൊണ്ട് 30 വയസ്സുള്ള ആൾക്ക് മാച്ച് ഉണ്ടാവണമെങ്കിൽ 40 ആവണം. പണ്ടൊക്കെ 50 അപ്പൊ 5 വയസ്സെങ്കിലും വേണം എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ കണ്ടിട്ട് ഉടനെ ലവ് യു എന്ന് പറയണ്ടെന്ന് അർത്ഥം. സമയമാകുമ്പോൾ കണ്ടോളൂ അങ്ങനെയുള്ള ആൾക്കാർ. ആ മെച്യൂരിറ്റി ഉണ്ടാവണം. അതുകൊണ്ട് കുറേ ബെഗേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ചുറ്റും. ലവ് മീ പ്ലീസ്, പ്ലീസ് ലവ് മീ, ഗിവ് മീ സം ലവ്. ബെഗേഴ്സ് എന്താ പറയാ? എന്താ പറയാ അവരെ? ബെഗേഴ്സ് ഓഫ് ലവ്. നിങ്ങൾ എന്താവണം? ഗിവേഴ്സ് ഓഫ് ലവ് ആവണം. ബെഗർ എന്ന് പറഞ്ഞാൽ പൂർ എന്നല്ല അർത്ഥം. ആരെങ്കിലും പൂറുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പോകും. ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മനസ്സിലാവുണ്ടോ? എൻ്റെ ഒരു ഗുരുവുണ്ട്, നിത്യ ചൈതന്യ യതി. യതിയോട് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, അല്ല ഒരു ആൺകുട്ടി വന്നിട്ട് പറഞ്ഞു, പെൺകുട്ടി ആൺകുട്ടി ആരോട്ടെ, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ വിട്ടുപോയി, വെരി സാഡ്, ഭയങ്കര കഷ്ടം, എനിക്ക് വേറെ ആരും കിട്ടൂലല്ലോ ജന്മത്തില്. അങ്ങനെ ഉണ്ടോ? പോണാൽ പോകട്ടും, പോണാൽ പോകട്ടും. ഇന്ന് പോയി കേൾക്കണം പാട്ട് കേട്ടോ. തമിഴ് പാട്ടാണ്, തെലുങ്കിലും ഉണ്ട്, മലയാളത്തിലില്ല. കാരണം തമിഴുകാർക്കൊക്കെ മലയാളം മനസ്സിലാവുമല്ലോ. പോണാൽ പോകട്ടും, പോടാ ഈ ഉലകത്തിൽ ഇരുന്നവൻ യാരടാ. അങ്ങനെയൊക്കെയാണ് ആ പാട്ട്. നല്ല പാട്ടാ, ശിവാജി ഗണേശന്റെ പാട്ടാ. അത് NTR ആണെന്ന് തോന്നുന്നു തെലുങ്കിൽ ചെയ്ത്. യു മസ്റ്റ് ലിസൺ ടു ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്തുണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് ഐ ഡോണ്ട് കെയർ യു. നിങ്ങളുടെ ജീവിതം നയിക്കുന്നത് കരിയർ കൗൺസിലിംഗിന് വരുന്ന, ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് കരിയർ കൗൺസിലിംഗ്, ഡോക്ടർ TPS.
ഒരാൾക്കും നിങ്ങൾ എവിടെയാ പോകേണ്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കരിയർ കൗൺസിലിംഗ് എന്നുള്ള വാക്കേ തെറ്റാ. കരിയർ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് കഴിഞ്ഞ് മറ്റേ ജോബ് കഴിഞ്ഞ് മറ്റേ ജോബ് കഴിഞ്ഞ് മറ്റേ ജോബിലേക്ക് പോകുന്നതിനെയാണ് കരിയർ. ഒരു ജോബ് കിട്ടിയാലല്ലേ അടുത്ത ജോബിൽ പോകാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കരിയർ ആണോ ജോബാണോ? അപ്പൊ നിങ്ങൾക്ക് ജോബ് ഓറിയന്റേഷൻ അല്ലേ വേണ്ടേ? മനസ്സിലാവുണ്ടോ? എന്നിട്ടും എന്തേ കരിയർ എന്ന് എഴുതിയപ്പോ കുഴപ്പമില്ല ഇട്ടോളാൻ പറഞ്ഞ ഞാൻ. അങ്ങനെയാണ് ജനങ്ങൾക്ക് അറിയാം. ഞാൻ ആദ്യം എഴുതിയ ജോബ് എന്നാണ്, എന്റെ ആദ്യം എഴുതി കൊടുത്ത ഡ്രാഫ്റ്റിൽ ജോബ് എന്നാണ്. അത് മാറ്റി കരിയർ ആക്കി. ഞാൻ ആയിക്കോട്ടെ. ടൈം മാനേജ്മെന്റ്, ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂർ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് എനിക്ക് മാനേജ് ചെയ്യാം. എന്റെ കീഴിലാണോ ടൈം? അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ? ടൈം മാനേജ്മെന്റ് ക്ലാസ് വേസ്റ്റ് ആണ്. ഒരാൾക്കും ഒരാളുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് എല്ലായിടത്തും പോകുന്നത്? അത് സ്വഭാവമായതുകൊണ്ടാണ്. നമുക്ക് ആ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ വളരെ പങ്ക്ച്വൽ ആവും, ഇഷ്ടംപോലെ സമയം കിട്ടും, എല്ലാത്തിനും സമയം കിട്ടും. ഓരോ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്നതിന്റെ 6 മണിക്കൂറിന് എനിക്ക് 12 മണിക്കൂർ പണിയെടുക്കണം. ഞാൻ രാത്രി ഫുൾ ഇരുന്നിട്ട് ചെയ്തിട്ടാ ചെയ്യണേ. ഇന്റർനെറ്റ് ഇല്ല. അടുത്ത വീട്ടിൽ പോയിട്ടാൽ ഇന്നലെ ഷരഫ് 2 പ്രാവശ്യം വന്നപ്പോ വീട്ടിൽ ഞാനില്ല. കാരണം എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് താമസിക്കുന്നതാ. ആരും ഇല്ലാത്തൊരു വലിയൊരു വീട്ടിലാ താമസിക്കുന്നത് ഒറ്റ. പിന്നെ എന്താ ഒരു ഭയം ഇല്ലാത്തത്? ഒന്നിനെയും പേടിയില്ല. പാമ്പുണ്ടെങ്കിലും അതിനെ പിടിക്കും. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പട്ടി അടിച്ചപ്പോ പട്ടീനെ എടുത്ത് അപ്പത്തിനെ അടിച്ചു കൊന്നാളെ. പിന്നെ ആളെ പറഞ്ഞു അവന് ഭ്രാന്ത് എന്തെങ്കിലും എന്താ ചെയ്യാന്ന്. അങ്ങനെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ ലാസ്റ്റ് എക്സാം എഴുതിയിട്ടേ ഇല്ല 7ാം ക്ലാസ്. ഇത്ര പാമ്പിനെ കൊന്നുണ്ട്, 100 കണക്കിന് പാമ്പിനെ കൊന്നു. പാമ്പിനൊക്കെ പണ്ട് മുകളിലാണ് കാണാം. അപ്പൊ വലിയ കൊല്ലന്റെ അടുത്തൊരു കൊടലുണ്ടാവും, അതിനെ കൊണ്ട് അതിന്റെ കഴുത്ത് പിടിക്കും. അപ്പൊ അതിങ്ങനെ വന്ന് മുഖത്ത് അടിക്കും, അത് ചാവുന്നത് വരെ പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി ഇത് പിടിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ശ്രദ്ധ. ഇത് വേണം, കൃത്യമായിട്ട് പിടിക്കാൻ പറ്റണം, അത് വിടാതെ പിടിക്കാൻ പറ്റണം. ഇന്ദ്രിയ നിഗ്രഹണം എന്താ പറയാ? അതിന്റെ വേറൊരു വാക്കാണ് ശ്രദ്ധ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ഒരു ലെവലിനെയാണ് എന്ത് പറയാ? സമാധി. അത് പറയാൻ കാരണം ആ ചോദ്യം ചോദിച്ച സമയത്തും കുറെ ആള് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കും ബാക്കിലിരിക്കുന്ന ആളോട്, ഈ ചോദിച്ച ചോദ്യം എന്താണ്? ഉടനെ അയാൾക്ക് പറയാൻ പറ്റണം. പറഞ്ഞില്ലെങ്കിൽ ചോദ്യം ശ്രദ്ധിച്ചില്ല. ചോദ്യം ശ്രദ്ധിക്കാതിരിക്കുമ്പോ ആൻസർ പറയുമ്പോ അതിന് പ്രാധാന്യം ഉണ്ടാകും. അതുകൊണ്ട് ചോദിക്കുന്ന ആള് ഉറക്കെ ചോദിക്കണം. Got it? യാ, ആർക്കാ ചോദിക്കണ്ടത്? ഒരാൾ കൈപൊക്കി. എന്താ ചോദിക്കാനുള്ളത്? അടുത്ത ആള് ചോദിക്കും. എന്താ അയാൾ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണത്തിൽ ഇരിക്കുകയാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞു. അർത്ഥം മനസ്സിലാവുണ്ടോ? കല്യാണം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇവിടെയൊക്കെ ആരോട് ചോദിക്കുക കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് പറയും. കാരണം അതോടെ സന്തോഷം കഴിഞ്ഞുകൊണ്ടാണ്. കാരണം ഹസ്ബൻഡ് എന്നാണ് പേര്. ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്. ഹസ് എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദിയില്? സന്തോഷം, ചിരി. ഹസ്ന, ചിരിക്കാന്ന് അർത്ഥം. ഹസ്ബൻഡ്, ബന്ദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ്. ഹസ്ബൻഡിന്റെ പണി എന്താ? എന്ത് ചിരിയാ അവളെ, എനിക്ക് എന്ത് ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടാ കല്യാണം കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ പറയും എപ്പ ചിരിക്കണം. വേറെ ആരുടെ മുമ്പിലും ചിരിക്കാൻ പാടില്ല. റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങും അല്ലേ? അതാണ് ജീവിതം. ഞാനെന്താ വൈഫ് വെറി ഇൻവൈറ്റഡ് ഫോർ എവർ. എന്റെ ഫാമിലി ഹൈദരാബാദിലാ മോനെ, ഞാനിവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നതാണ്, കണ്ണൂര്. ഇതിനായിട്ട് വന്നതാട്ടോ. 2 കല്യാണവും. ആ 2 ആവശ്യങ്ങൾ കണ്ടുവന്നു. കല്യാണം നടക്കുന്ന സംഭവത്തിനാണ് എന്ത് പറയാ? കല്യാണം. അത് കഴിഞ്ഞാൽ കല്യാണത്തിൽ ഇരിക്കരുത് എന്നാ പറയാ തമിഴ്. ഞങ്ങൾ കല്യാണത്തിലാണ് ഇരിക്കുന്നത്, സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നമ്മളെന്ത് ചെയ്തു? അതും എടുത്തു, കഴിഞ്ഞു എന്നും കൂടി ചേർത്ത് കല്യാണം കഴിഞ്ഞതാണ്. തമിഴും മലയാളം കൂടി മിക്സ് ചെയ്തപ്പോ അർത്ഥം തെറ്റി. അത് അനർത്ഥായി.
ആ ചോദ്യം പടപടാന്ന് ചോദിക്കണം, നിർത്താതെ ചോദിക്കണം. ഞാൻ ഈ ചോദ്യം എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരാൾ ചോദിക്കാൻ നിർത്തുക, അടുത്ത ആൾ ഉടനെ ചോദിക്കാം. കമോൺ. നോസ്. ഇനി എന്റെ അടുത്ത് കിട്ടുന്ന എനിക്ക് എന്താ പേര്? മാഡം എന്ന് വിളിക്കണോ? ഞാൻ രമ്യ എന്ന് വിളിക്കണോ മാഡം എന്ന് വിളിക്കണോ? ഏതാ സന്തോഷം? രമ്യ എന്ന് കേൾക്കുന്നതാണോ മാഡം എന്ന് കേൾക്കുന്നോ? എനിക്കും അതുപോലെ. എന്റെ പേര് ഡോക്ടർ DPS ആണ്, അത് കേൾക്കുന്നതല്ല എനിക്കിഷ്ടം. വിളിക്കേ ഡോക്ടർ DPS. ഒരു കുട്ടി അവന്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്തിനാ അവളല്ലാത്തത്? മോനാണുള്ളൂ. പിന്നെന്താ അവൻ എന്ന് പറയുന്നത്? അവളെ കഴിക്കാൻ പോന്നതാ. അവന്റെ ഉള്ളിൽ പറയുന്നില്ല, അവളുടെ പറ. അവളുടെ ഉള്ളിലുള്ള കഴിവുകൾ മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിവുകൾ മാറിക്കൊണ്ടേയിരിക്കും. കഴിവുകള് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മുടെ കഴിവുകൾ. എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയില്ല, കാരണം ഞാൻ ചൈനയിലല്ല ജനിച്ചത്. ഞാൻ ചൈനയിലായിരുന്നെങ്കിൽ 2 കോല് ഉപയോഗിച്ച് നൂഡിൽസ് തൊട്ട് കഴിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ചൈനക്കാരൻ ഇഡ്ഡലി ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? ചൈനക്കാരൻ ചപ്പാത്തിയും ദോശ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? നമ്മൾ ഉണ്ടാക്കുന്ന നൂഡിൽസ് ഒക്കെ അങ്ങനെയാണ്. ചൈനക്കാരൻ കണ്ട വിജയ് ഇതെന്ത് നൂഡിൽസ് ആവോ എന്ന് ചോദിക്കുമോ? യഥാർത്ഥ നൂഡിൽസ് അല്ല നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ പഠിക്കുന്നതാണ്. എനിക്ക് മലയാളം ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് കിട്ടിയത് ഞാൻ മലയാളിയായി ജനിച്ചത് കൊണ്ടാണ്, അല്ലേ? അപ്പൊ എന്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ചുറ്റുമുള്ള, മനസ്സിലാവേണ്ട പറയണേ, എനിക്ക് ചുറ്റുമുള്ളതാണ്. എന്താ കഴിവ്? കഴിവിന്റെ ഇംഗ്ലീഷ് ആണ് പെർഫോമൻസ്. പ്രാബല്യത്തിൽ വരുത്തുന്ന കഴിവുകളെയാണ് നമ്മൾ എന്ത് പറയാ? പെർഫോമൻസ്. അപ്പൊ ഡോക്ടർ DPS ഫോർമുലയാണ്. ഇവിടെ ഗൂഗിൾ ചെയ്താൽ എന്റേതേ കിട്ടുള്ളൂ, ഉണ്ടാക്കിയാണ് ഞാൻ. പെർഫോമൻസ് P = A ആറ്റിറ്റ്യൂഡ് പ്ലസ് S സ്കിൽ. എഴുതണം എന്ന് പറയണ്ട, നിങ്ങൾക്ക് ആ ബോധം ഉണ്ടെങ്കിൽ എഴുതും. ഇതൊന്നും പറയുമ്പോൾ എഴുതാത്ത എന്റെ കുറ്റമല്ല, നിങ്ങൾക്ക് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. പെർഫോമൻസ് P = ആറ്റിറ്റ്യൂഡ് A പ്ലസ് S സ്കിൽ പ്ലസ് ഓപ്പർച്യൂണിറ്റി O. എന്റെ ഉള്ളില് നീന്താനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കാം. കുളമില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നതെന്ന് വിചാരിക്കും. നീന്താൻ പറ്റും. കുളം ഉണ്ടായി തൊട്ടടുത്ത് എന്റെ വീട്, കുളമുണ്ട്, കുറെ ആള് നീന്തുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഞാൻ കുളത്തിൽ നീന്താൻ പഠിച്ചിട്ടുണ്ടാവും. എന്റെ എബിലിറ്റി കാണിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? നിങ്ങൾ കേൾക്കുന്ന കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. ഈ നാരായണൻകുട്ടിയും വിജിലിയൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുറെ പരിപാടികളുണ്ട്. അവരൊക്കെ കുറെ ആൾക്കാരുടെ കഥകൾ കൊണ്ടുവരും. അതൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ ആ വർഗത്തിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് ഡോക്ടർ DPS ഒരിക്കലും കുറേ മഹാന്മാരുടെ, ഒരു യേശുദാസിന്റെ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രസമായിക്കോട്ടെ വെച്ചിട്ടാ, അങ്ങനെയുള്ള കഥ പറയരുത്. എന്താ കാരണം? ആ കഥകളൊന്നും നമുക്ക് ബാധകമല്ലാന്ന് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം ആര് ചെയ്യണം? ഞാൻ ചെയ്യണം. ആര് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും? എന്റെ ഓപ്പർച്യൂണിറ്റി. അപ്പൊ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വേണം. അതിനുള്ള ചാടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. കുളം ഉണ്ടായിട്ടും പഠിച്ചിട്ടും നീന്താത്തവർ എത്ര പേരുണ്ട്? ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. 2 ആറ്റിറ്റ്യൂഡും ഉണ്ട്, കുളവും ഉണ്ട്. അത് ഉപയോഗിച്ചാൽ എനിക്ക് കിട്ടുന്നതാണ് സ്കിൽ. ബഫേ പോലെയാണ് ജീവിതം. ഞാനിപ്പോ എവിടുന്ന വരുന്നത്? പരിചയപ്പെട്ടു, ഉറക്കപ്പറ. ഇതെന്റെ മെന്ററാണ് ഡോക്ടർ DPS. ഞാൻ സാറിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. മോൻ 10 days അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കാണുന്നില്ലെങ്കിലും ഒരു നല്ല ആത്മബന്ധം എപ്പോഴും ഉണ്ട്. ഇപ്പൊ കണ്ടിട്ട് നമ്മൾ കൊറോണക്ക് മുന്നേ കണ്ടതാണ്. പക്ഷെങ്കിൽ കീപ്പ് ഇൻ ടച്ച് എവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഓടി വന്നതാണ് കാണാൻ. കുറേ കുട്ടികളൊന്നും എന്റെ കൂടെ താമസിക്കാറ്. അവരെന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ എന്തിനാ? ഈ പറയുന്ന കഴിവുകൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. ഒരു പയ്യൻ നല്ലപോലെ മദ്ദളവും മൃദംഗവും ഒക്കെ പഠിച്ചു. ഏതോ ഒരു സ്റ്റേജിൽ പോയ സമയത്ത് ആരോ കുറ്റം പറഞ്ഞു. 7ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇനി ഞാൻ തോടില്ല. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചത്, ഇവൻ എങ്ങനെയെങ്കിലും നല്ലോണം വായിക്കുവേ, തപ്പെന്ന് കിട്ടിയാൽ അസലായിട്ട് വായിക്കും.
ഇതൊന്ന് തിരിച്ച് അവന്റെ ശബ്ദത്തിലൊന്ന് മാറ്റിത്തരാൻ പറ്റുമോ ചോദിച്ചു. ഇങ്ങനെയൊക്കെ വരിക. ഒരു കാര്യം ചെയ്യാം, അവനെ ക്യാമ്പിന് വിടും, ഇതൊന്നും പറയണ്ട, ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഇങ്ങനൊരു പ്രശ്നമേ ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. മൃദംഗവും വരട്ടെ അവന്റെ പിന്നാലെ, വണ്ടിയിൽ വെച്ചിട്ട് അകത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി. ഇപ്പൊ ഇന്ന് വന്ന ഷറഫ് നല്ല സംഗീത സംവിധായകനാണ്, അസലായിട്ട് സംഗീതം ചെയ്യും, സോപാന സംഗീതം പാടും. നാളെ കൊണ്ടുവരാൻ പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പാടുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തോട് പാടിക്കൊള്ളാൻ പറഞ്ഞത്. അപ്പൊ പല പ്രോഗ്രാമിനും പോകുമ്പോൾ പാടാറുണ്ട്. എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, രാംദാസ് എന്ന് പറഞ്ഞിട്ട്, ബംഗാളി, ആസാമീസ്, തെലുഗു, കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി, അന്യഭാഷകളിലൊക്കെ പാട്ട് അസലായിട്ട് പാടും. ഇപ്പൊ എന്റെ ക്യാമ്പിലൊരു എന്റർടൈനറാണ് രാംദാസ് ഏട്ടൻ. ഇപ്പൊ രാംദാസ് ഏട്ടനോട് പാടാൻ പറഞ്ഞു, എല്ലാവരും പാടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എത്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പറ്റുന്നത്? എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, ആരെങ്കിലും കൊട്ടു. ഇവനോടനെ ഞാൻ കൊട്ടാൻ തുടങ്ങിയോ. എത്രയോ കാലമായിട്ട് തൊടില്ല എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്തവൻ എന്ത് ചെയ്തു? മനസ്സിലാവുന്നുണ്ടോ? സോ പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ, ഓപ്പർച്യൂണിറ്റി. ഇതുപോലെ ആന്ധ്രയിൽ കുറെ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് ഒരു പയ്യൻ ലഞ്ച് കഴിഞ്ഞ സമയത്ത് അവനിങ്ങനെ മൂളുണ്ട് പാട്ട്. ലഞ്ച് കഴിഞ്ഞ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഓവർ ഹെഡ്. ലഞ്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നീ സ്റ്റേജിൽ ഒന്ന് പാടാൻ പറഞ്ഞു. അവനില്ല, ഞാൻ നിർത്തി പരിപാടി കുറെ കാലം. ഞാൻ പറഞ്ഞു പാടുന്നു, ഞാനാ പറയണ പാടുന്നു. അവൻ പാടി. അവന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ ആകെ വണ്ടറായിരുന്നു. ജീവിതത്തിൽ 5 കൊല്ലം കൂടെ പഠിച്ച ഫ്രണ്ടിന് പോലും അറിയില്ല അവൻ പാടുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് പല കഴിവുകളും ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്തില്ല നമ്മള് ഉപയോഗിക്കുന്നു. അതിന് സാഹചര്യം ഉണ്ടായി കൊടുക്കണം. കേരളത്തിൽ വളരെ മോശമാണ് സാഹചര്യം. കാരണം ഒരു ഗുണവും ഇല്ലാത്ത ആൾക്കാരാണ് അഡ്വർടൈസ്മെന്റിലൂടെയും. സഹതാപം തോന്നും, ഒരു ഗുണവുമില്ല, പക്ഷെ കുറെ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും നേടാൻ പോകില്ല, കുറച്ചു കാലത്തേക്കൊക്കെ നേടുമായിരിക്കും. ക്വാളിറ്റി ഈസ് മിസ്സിങ്. അത് കണ്ടുപിടിച്ച് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മളല്ല കണ്ടുപിടിക്കേണ്ടത്, അവരെ സമയമാകുമ്പോൾ സ്വന്തം കണ്ടുപിടിച്ചു. അതുകൊണ്ട് ചെറുപ്പത്തിലേ എന്ത് ചെയ്യരുത്, എന്താവണം, എന്താക്കണം, ഒന്നും ആക്കാണ്ടിരുന്നാൽ മതി, അവരായിക്കോളും. ലീവ് ദം ഫ്രീ. മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുന്നു കുട്ടികളെ എങ്ങനെ വളർത്തണം. എങ്ങനെ അറിയോ? പട്ടം പറത്തുന്നത് പോലെ. പട്ടം നമ്മള് മടക്കി മടക്കി ഷെൽഫിൽ വെച്ചാൽ പറക്കാൻ പറ്റുമോ? പട്ടത്തിന് പുറത്ത് വിടണം. പക്ഷെ അതിന്റെ അവസാനത്തെ ത്രെഡ് ഉണ്ട്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ നമ്മൾ പുള്ളി ചെയ്ത് പിന്നോട്ട് വലിച്ചിട്ട് വേറെ ഒന്നിലും പെട്ട് നഷ്ടപ്പെട്ടു പോവാതെ പിടിച്ചു വലിക്കും. എന്നിട്ട് പിന്നെയും നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോ, നല്ല എൻവറോൺമെന്റ് വരുമ്പോ അതിനെ പറക്കാൻ പറ്റും. ആ നല്ല എൻവറോൺമെന്റിൽ അവരെ കൊണ്ടിരുത്തുമ്പോഴാണ് അവർ നന്നാവുന്നത്. കുറേ കുട്ടികൾ, എണ്ണം പറയാൻ പറ്റാത്തത്രയും കുട്ടികൾ നമ്മുടെ കയ്യിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഷാർജയിലൊക്കെ ഉള്ള ഒരു കുട്ടി ഇതേപോലെ ഒരു ക്യാമ്പ്, ഷാർജയിലല്ല അലൈനില് 3 ദിവസത്തെ ക്യാമ്പ്. ഇതുവരെ എഴുതാത്ത കുട്ടിയാണ്, ഈസി ആയിട്ട് എഴുതി. ഇപ്പൊ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു ഷാർജയിൽ, കവിത. അത് അവരുടെ ഫ്രണ്ട് വായിച്ചിട്ട് നോക്കിയ സമയത്ത് അതിനകത്ത് എന്റെ ഫോർവേഡ് ഉണ്ട് മസ്കറ്റില്. അവൻ അടുത്ത കാലത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ എന്റെ കസിൻ ബ്രദറുടെ മകനാണ്. അവര് അച്ഛനും ആ കുട്ടിയുടെ അച്ഛനും എന്റെ കസിൻ ബ്രദറിന്റെ മകനും കൊളീഗ്സ് ആയിരുന്നു. അപ്പൊ എങ്ങനെ അറിയാന്ന് ചോദിച്ചു. ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അവളങ്ങനെ എഴുതാറൊന്നുമില്ല ചെറുപ്പത്തിൽ. എന്റെ മകന്റെ കൂടെ ഒരു ഗ്രൂപ്പിൽ പെട്ട അറിയാണ്ട് എഴുതുള്ളൂ. അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞു, അഞ്ജലിയോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം അതൊന്ന് ഗ്രൂപ്പിലിട്ട് കൊടുക്കണേ. നമ്മുടെ നന്ദിനി എഴുതിയ ബ്ലോഗ്. BSc കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ലാതെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യപ്പെട്ടത്. ഇപ്പൊ സ്പേസ് ഫിസിക്സിൽ MSc ചെയ്തു സെന്റ് ആൽബർട്ട്സ് കോളേജ്. അവിടെ സ്പേസ് സയൻസിന് വേണ്ടിയിട്ട് ടോക്ക് കൊടുക്കാൻ വിളിച്ചു. അത് 2 മണിക്കൂറിന്റെ ടോക്കാണ്. ആ 2 മണിക്കൂറിന് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. അല്ല, ഫ്ലൈറ്റ് ഫെയർ. ഞാൻ പറഞ്ഞു കാശൊന്നും അല്ല പ്രശ്നം, എൻ്റെ 2 ദിവസം കളയണം, 2 ദിവസത്തെ ക്ലാസ്സിന്. അതുകൊണ്ട് ഞാൻ വരണമെങ്കിൽ വേറൊരു 5 ക്ലാസ്സും കൂടി അറേഞ്ച് ചെയ്യാം. അപ്പൊ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഡയറക്ടർ ഡോക്ടർ DPS 22 കൊല്ലം മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് അവിടുത്തെ ഡയറക്ടർ തന്നെ.
പേര് പറഞ്ഞപ്പോഴേ പറഞ്ഞു ഫുൾ 1500 പിള്ളേരുണ്ടാവും. KRS മേനോൻ പണ്ട് അയാളുടെ കൂടെ തന്നെ വന്ന അവരുടെ റിസോർട്ടിൽ താമസിക്കാതെ എളുപ്പമാണ്. അവിടെ ഇവിടെയൊക്കെ പോയി പറഞ്ഞ കണ്ണൂരിലെ എന്നെ അറിയാനുണ്ടാവും. എറണാകുളത്തിനപ്പുറത്തൊക്കെ എല്ലാവർക്കും അറിയാം. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അവിടെ പോയി അതൊക്കെ കഴിഞ്ഞ് 5 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ അച്ഛൻ്റെ കാറ് ഞാനാ ഓടിച്ചത്. അപ്പൊ രാവിലെ ഇറങ്ങും, ഓരോ സ്ഥലത്ത് ക്ലാസ് കഴിക്കും, 2-3 ക്ലാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു 9-10 ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നന്ദിനി ഒരു ബ്ലോഗ് എഴുതിയിടണം ഈ 4 ദിവസത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, എന്ത് ക്ലാസ് എടുത്തു എന്നൊക്കെ ഇവള് എഴുതിയെടുത്താലേ എഴുതാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? എഴുതാണ്ടിരുന്നാ ഞാൻ എന്താ പറഞ്ഞതെന്ന് എഴുതാൻ പറ്റുമോ? അതൊക്കെ വെച്ചിട്ടൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. എന്റെ മക്കളെ എന്ത് രസാറി വായിച്ച. എന്റെ ജീവിതത്തിലൊക്കെ ഏത് PhD സർട്ടിഫിക്കറ്റിനാളും വലിയ സർട്ടിഫിക്കറ്റാണ്. അങ്ങനെ ഒരു കുട്ടി മതി, അസലായിട്ട് എഴുതി. ഇപ്പൊ എന്റെ ബുക്ക് ദ ഗീത വേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതൊന്ന് ബുക്കിൽ കാണിക്കും. നിങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല, ഞാൻ 3-4 സെറ്റ് കൊണ്ടുവന്നുണ്ട്, അതുപോലെ തിരിച്ചുകൊണ്ടു. ഈ കൂട്ടത്തിൽ നാരായണൻകുട്ടി ഉണ്ട്, എന്റെ കൂടെ നടക്കുന്ന ആളാ. ആ ബുക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അത് മേടിക്കാനുള്ള 432 റുപ്യ ഗൂഗിൾ പേ ചെയ്തു നാരായണൻകുട്ടി. ഞാൻ അറിയില്ല ആരൊക്കെയാണ് ഇതിന് ഓർഡർ ചെയ്തത്, പക്ഷെ ഞാനാണ് അയക്കുന്നത്. പൈസ പോകുന്ന വേറെ അടുത്താ, എന്റെ അടുത്തല്ല. കാരണം ഇതിന് പ്രിന്റ് ചെയ്യാൻ പൈസ മുടക്കാണ്ട് ആർക്കും കിട്ടുമോ? അപ്പൊ ആ പൈസ അങ്ങോട്ട് പോയി. ഫൈൻ, നാരായണൻകുട്ടിയോട് പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നാരായണൻകുട്ടി അത് കണ്ടു, ഉടനെ ചെയ്തു. കാരണം വായിക്കാനുള്ള താല്പര്യം ഉണ്ടേ, അല്ലേ? അതങ്ങോട്ട് അയച്ചു കൊടുത്തു. ഞാൻ ഈ എല്ലാവരുടെ ലിസ്റ്റും അഡ്രസ്സ് എഴുതാനുള്ള നോക്കി, എല്ലാം പാക്ക് ചെയ്യുന്നതും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നതും അഡ്രസ്സ് എഴുതുന്നതൊക്കെ ഞാൻ തന്നെയാ. അത് ചെയ്യാൻ വേണ്ടി അഡ്രസ്സ് നാരായണൻകുട്ടി. ഞാൻ ഇതിന് ഞാൻ എഴുതുന്നത് കൊണ്ടുകൊടുത്താൽ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ കൊടുത്തു. വായിക്കാൻ താല്പര്യം ഉണ്ടാവുമ്പോ വഴി നമ്മൾ കണ്ടെത്തിക്കൊള്ളു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഉണ്ട് അതിനകത്തെ. ഒരു ബുക്ക് പഠിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മേടിക്കണം. താല്പര്യമുള്ളവർ ഒട്ടനെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എത്തൂലേ? ആണോ അല്ലയോ? ഇല്ലേ? അതില്ല പലർക്കും. പണ്ട് ഇൻഷുറൻസ് കമ്പനി ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഒരു സെറ്റ് ബുക്ക് കൊണ്ടു അതവിടെ വെക്കും. എന്നിട്ട് പറയും ഇതിലൊക്കെ എത്ര എണ്ണം വേണമെന്നുള്ളതിന്റെ എല്ലാം കൂടി ഒരു തുക, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഡബ്ബയുണ്ട്, അതിനകത്ത് അന്നൊക്കെ ആണെങ്കിൽ ഒരു ബുക്കും ഒരു CD ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറെ കാലം ബുക്ക് അത് ചുരുട്ടിയിട്ട് അതിനകത്ത് ഇടാൻ പറയും. എന്ത് ധൈര്യത്തിലിടുന്നതൊക്കെ കാശിടാണ് ചുമ്മാ. അങ്ങനെ കളക്ട് ചെയ്യുന്നത് 3-4 ലക്ഷം റുപ്യ ഉണ്ടായി. അന്ന് ഇത് പ്രിന്റ് ചെയ്തിട്ട് വിൽക്കും. അത്ര റിതം ഓഫ് ലൈഫ് ഉണ്ട്. ഗീതാവേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കില്ല, ദ ഗീതാവേ ഉണ്ടോ? ഇതിനകത്തുണ്ടോ? ദ ഗീതാവേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അത് ഇതിനകത്ത് ഇതാണ് എന്റെ സ്റ്റുഡന്റ്, ഇതാണ് ഞാൻ. രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ആണ്. ചാച്ചു ഓൺ ദ ചാരിയറ്റ് ഓഫ് വിസ്ഡം ഗൈഡിങ് ബച്ചു ടു ദ 3-2-1 വേൾഡ്. ഏത് വേൾഡ് ആണ്? 3-2-1 വേൾഡ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ എന്റെ പേരെ കാണും. കാരണം അത് ഉണ്ടാക്കിയ പേര് ഞാനാണ്, ഞാൻ ഉണ്ടാക്കിയ വേൾഡാണ്. എല്ലാരും പറയാ 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ, 21st സെഞ്ചുറി അല്ലെ, മോഡേൺ വേൾഡ് 21st സെഞ്ചുറി എന്നല്ലേ പറയാ? ആണോ അല്ലയോ? സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാന്ന് അറിയാം നമുക്ക്? 100 കൊല്ലം. മോഡേൺ വേൾഡ് 100 കൊല്ലേ. ഏത് മരമണ്ടന്മാരാണ് 21st സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയത് എനിക്കറിയില്ല. നിങ്ങളുടെ മക്കളെയൊക്കെ 100 കൊല്ലത്തേക്കുള്ള അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. 10 കൊല്ലത്തിലെങ്കിലും മാറ്റാൻ നമ്മൾ കാണുന്നുണ്ട്. അതിൽ കുറഞ്ഞൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 3rd decade of 21st century ആണ് എന്റെ 3-2-1 വേൾഡ്. എന്താണ് 3-2-1 വേൾഡ്? 3rd decade of 21st century. അപ്പൊ എന്റെ എല്ലാ ബുക്കിലും കാണാം ലൈഫ് ഇൻ 3-2-1 വേൾഡ്. ഒരു ബുക്ക് ഉണ്ട് അതിനകത്ത്. ലൈഫ് ഇൻ 3-2-1 വേൾഡ് ഒരു ബുക്ക് ഉണ്ട്. ടീച്ചിങ് ടീച്ചേഴ്സ് ഇൻ 3-2-1 വേൾഡ് ഒരു ബുക്ക് ഉണ്ട്. ഇത് ഡിസ്കഷൻ ഓഫ് ഭഗവത്ഗീത ഇൻ ദ 3rd decade of 21st century.
നമ്മുടെ മക്കളെ നമ്മൾ ആക്കി മാറ്റേണ്ടത് 2 തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്. ഒന്ന് ജോലിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, അതാണല്ലോ ആക്കല്. രണ്ടാമത്തെ അതെല്ലാം കാണാം, അതിനൊക്കെ 3-2-1 വേൾഡ് കാണാം. ഓക്കെ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും പ്രിന്റിങ്ങിന് കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ടുവരും, എയർപോർട്ടിൽ 3 സെറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഒരു താല്പര്യമില്ല, പറ്റാറുണ്ട് പലപ്പോഴും. നമ്മളിതിൽ കൈകൊണ്ട് തൂക്കിയിട്ടല്ലേ കൊണ്ടുവരുന്നത്, ആണോ അല്ലയോ? യെസ് ഓർ നോ? ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവരണം, അവരുടെ പ്രിന്റിംഗ് പ്രസ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് വിളിച്ചു പറയണം, അതിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. ഇതൊക്കെ ചെയ്യുന്നില്ലേ? നമുക്ക് വിദ്യാഭ്യാസത്തോടും വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്ന വെച്ചാൽ എന്താ പറയാ, എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. എന്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ ആക്കിയതാ ആണോ? ഞാനിങ്ങനെ ആയിപ്പോയതാ. എന്ത് ചെയ്യണം? പക്ഷെ എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കണം. ഫൈൻ. കോവിഡ് കാലത്ത് എന്റെ പരിചയമുള്ള ഒരു സ്റ്റുഡന്റ്, അവന് സിനിമ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ചെയ്യുന്നില്ല. എനിക്ക് ഫണ്ട് എന്തിനാ? ഒരു ക്യാമറാമാൻ വേണം. എന്റെ അടുത്ത സ്റ്റുഡന്റ് ക്യാമറാമാൻ ഒരാളുണ്ട്, എടോ എനിക്ക് വരാൻ പറ്റുമോ അടുത്ത 2 ആഴ്ച? ഓ ഞാൻ വരാം. അപ്പൊ ക്യാമറാമാനായി. അങ്ങനെ അങ്ങോട്ട് 4 പേരെ ഫോൺ ചെയ്തപ്പോ എല്ലാ ടീമും റെഡി, സിനിമ ഇറക്കി. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ഡോക്ടർ TPS തന്നെ അഭിനയിക്കണം. എന്നാ ശരി, ഞാനാണ് വേഷം ചെയ്യാൻ. സ്റ്റൈലിഷ് പോയി, പോലീസായി. ക്രിയേറ്റീവ് ആയിട്ട് അത് സ്പെൻഡ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. സോ LIFE, കുറേ ബുക്കുകൾ LIFE ആണ്, ലൈഫ്. ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്, ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. അതുകൊണ്ട് വാസന കണ്ടുപിടിക്കല്ല വേണ്ടത്, അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ മണപ്പിക്കാം. അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ മണക്കാൻ പറയാം. പിന്നെ കുറെയൊക്കെ മത്തൻ നട്ട കുമ്പളം മുളക്കോ, മത്തൻ നട്ട കുളമ്പളം മുളക്കോന്ന്. എന്റെ കുറച്ചെങ്കിലും സിനിമയിലുള്ള താല്പര്യം ഉണ്ടെങ്കിലല്ലേ എന്റെ മകൻ എന്റെ പിന്നാലെ പോവുള്ളൂ. ഞാൻ രാവിലെ മുതൽ സയൻസ് പറയുമ്പോഴല്ലേ എന്റെ മകനും സയൻസ് കേൾക്കുക. ഞാൻ പത്രം വായിച്ചാലല്ലേ എന്റെ മകൻ പത്രം വായിക്കുക. അച്ഛനും അമ്മയും വായിക്കാത്ത പണ്ടാരങ്ങളാണെങ്കിൽ മക്കൾ എങ്ങനെ വായിക്കും? നിങ്ങളുടെ വീട്ടിൽ ലൈബ്രറി ഉണ്ടെങ്കിലല്ലേ മക്കൾ ലൈബ്രറി എടുത്ത് ബുക്ക് വായിക്കുള്ളൂ. ഒരു നിയമമുണ്ട്, 20 സെക്കൻഡ്സ് റൂൾ. എന്താണ്? ഇതെടുക്കാനുള്ള സമയം 20 സെക്കൻഡ് ആണ്. ഇതെടുക്കാനുള്ള സമയം 20 സെക്കൻഡ് ആണ്. ഞാൻ ഇരിക്കുമ്പോ ആദ്യം എന്റെ എന്തുണ്ടാവും? ബുക്കും വെള്ളവും ഉണ്ടാവും. എന്റെ 20 സെക്കൻഡിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ഉപയോഗിക്കും. അച്ഛനും അമ്മക്കൊക്കെ സാധാരണ കംപ്ലൈന്റ്, മക്കൾ ഫോൺ ഉപയോഗിക്കണം. അത് കുറെ ദൂരെ വെച്ചാൽ അവിടുന്ന് അവിടെ വരെ എടുക്കാൻ 1 മിനിറ്റ് വേണമെങ്കിൽ ഞാൻ എടുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റി വെക്കുക. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് പഠിച്ചോളൂ. അപ്പൊ പറ്റുന്ന എല്ലാം പഠിക്കാം. 10ാം ക്ലാസ് വരെ വ്യത്യസ്തമായ സംഭവങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായിരുന്നു. പണ്ട് സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. ഇപ്പൊ സാഹിത്യമില്ല, സമാജവും ഇല്ല. ഇപ്പൊ കോച്ചി വലിക്കൽ മാത്രമേ ഉള്ളൂ. കോച്ചിങ് സെന്റർ അല്ലേ? പ്രഷർ കുക്കർ എന്നൊരു തെലുങ്ക് സിനിമയുണ്ട്. മക്കളെയൊക്കെ പ്രഷർ കുക്കറിലിട്ട് പഠിപ്പിച്ചു വിടുക. വേറൊരു സിനിമയുണ്ട് കോട്ട ഫാക്ടറി. വേറൊരു സിനിമയുണ്ട് ക്രാഷ് കോഴ്സ്. ഞാൻ എല്ലാ സിനിമയും കാണുന്നതാണ്. ഒരു സിനിമയും വിടാറില്ല. ഹിന്ദി, ഇംഗ്ലീഷ്, തെലുഗു, കന്നഡ, തമിഴ്, മലയാളം എല്ലാ സിനിമയും കാണും. ഇതൊക്കെ കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ. അങ്ങനെ ആക്കിയിട്ടൊരു കാര്യമില്ല. മനുഷ്യനാക്കാൻ പഠിക്കുക. എന്താക്കുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റ് ആണെന്ന് എഴുതിയാൽ തെറ്റല്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് അറിവാണ്. അറിവല്ല വേണ്ടത്, വിസ്ഡം, നോളജ്, വിവേചന, ബുദ്ധി. അതുണ്ടാവണമെങ്കിൽ എന്നാണ് മഹാത്മാഗാന്ധിയെ ഏത് സ്റ്റേഷനിൽ വെച്ചാണ് കറുത്തവൻ എന്നുള്ളത് കൊണ്ട് ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും ഒരു ബ്രിട്ടീഷ് പോലീസ് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പുറത്തിട്ടത്, അന്നാണ് അയാൾ സ്വന്തം തീരുമാനിച്ചത് ഞാൻ മഹാത്മാഗാന്ധിയാവും. പക്ഷെ അത് യഥാർത്ഥത്തിൽ വന്നത് ടാഗോർ വിളിച്ചപ്പോഴാണെന്ന് മാത്രം. അപ്പൊ 2 പ്രാവശ്യം മഹാത്മാഗാന്ധി ജനിച്ചു, 1 പ്രാവശ്യം മോഹൻദാസ്. ഈ അറിവ് ആണ് നമ്മുടെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ വേണ്ടത്. ആ അറിവ് പഠിപ്പിക്കുന്നതാണ് ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം, GCCSG. കുറേ പ്രാവശ്യം നിങ്ങളുടെ ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ടാവും.
അല്ലെങ്കിൽ ഡോക്ടർ TPS GCCSD എന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ഇതിന്റെ മുകളിൽ എഴുതി കാണുമ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാൻ നിങ്ങൾ മനക്കെട്ടാൽ നിങ്ങൾ എന്റെ വീഡിയോയിൽ എത്തിയനെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വന്നേനെ. അതെന്താണ് വിദ്യാഭ്യാസം? അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. എനിക്ക് ഇവളെ ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാല് അവൾ തയ്യാറാണ് ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ശരി, എന്താണ് സമ്പ്രദായം? 4 ടീച്ചേഴ്സ് ആണെങ്കിൽ 4 ക്ലാസ്സിൽ 3 വയസ്സുള്ളത് 4 വയസ്സുള്ളത് 5 വയസ്സുള്ളത് സെപ്പറേറ്റ് അല്ല ഇരുത്തേണ്ടത്. ഈ എല്ലാവരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് ഇല്ലേ? 49 വയസ്സ് മുതൽ 7-8 വയസ്സ് വരെയുള്ളവരുണ്ട്. 3 വയസ്സ് വരെ ഉണ്ട് രജിസ്റ്റർ ചെയ്ത്. 3 വയസ്സ് വരെ ഉണ്ട് രജിസ്റ്റർ ചെയ്ത്. ഞാൻ എല്ലാം ലിസ്റ്റ് നോക്കി പഠിച്ചിട്ടാ വരണേ. അവളോട് വിളിച്ചപ്പോഴേ എനിക്കറിയാം അവൾ അഞ്ജലിയാണ്. അവൾക്കറിയില്ല എന്നേ ഉള്ളൂ. അത് നിങ്ങളെയൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരണേ. ആരൊക്കെ ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എനിക്കറിയാം. മെനക്കെടുന്നത് കുറേ, വെറുതെ അല്ല ചെയ്യണത്. എവിടെയാ ഇരുത്തണ്ടേ? ഞാൻ പറഞ്ഞു എല്ലാവരും അവിടെ കൊണ്ട് ബാക്കി ഞാൻ ഏറ്റു. എന്നിട്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടായപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ പയ്യനും മനസ്സിലാവുണ്ടല്ല, മനസ്സിലാവുന്ന ലെവല് വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം. മനസ്സിലായോ? അപ്പൊ എല്ലാം എല്ലാവർക്കും മനസ്സിലാവും. നമ്മളൊരു കുട്ടിയെ കുട്ടിയായിട്ട് വിചാരിച്ചാൽ ആ കുട്ടിയായിട്ട് തന്നെ വികൃതി കളിക്കും. ആ കുട്ടിയെ കുറച്ച് വലുതായിട്ട് കൺസിഡർ ചെയ്താൽ അവരാരായിട്ട് മാറും? മോളുടെ പ്രായത്തിലെ മോളെ. പിന്നെ ഞാനോ ചോദിക്കേണ്ട, ഉടനെ ഉത്തരം പറയും. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. മോളുടെ പ്രായത്തിലെന്ന് ചോദിക്കുമ്പോൾ മോളുടെ അച്ഛന്റെ പ്രായം ഇപ്പൊ ചോദിച്ചത് മലയാളമല്ലേ ചോദിച്ചത്? ആണോ അല്ലയോ? ഒരു പ്രാവശ്യം ചോദിച്ച ഉടനെ ഉത്തരം പറയുന്നതിന് പകരം ഞാനാ അല്ല അടുത്തിരിക്കുന്ന ആളുടെ പ്രായം ഞാൻ ചോദിച്ചത്. പറയടി. ഇനി ഒരാളും ഞാനോ എന്നുള്ള ചോദ്യം പാടില്ല. മനസ്സിലായോ? നീ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോ ഞാനാ, ഉറപ്പാണ് ഞാനാണെന്ന്. അതുകൊണ്ടല്ലേ ചോദിക്കണത്. അടുത്ത ആളൊന്നും എന്താ ചോദിക്കാത്ത? പിന്നെന്തിനാ സംശയം? ഉടനെ ഡംപ് ചെയ്ത് പടയെന്നുണ്ട് ആക്ഷൻ വേണം. മനസ്സിലായോ? ഗാന്ധി ചെവി ഏറ്റവും നല്ല ചെവിയാണ് ഗാന്ധിയുടെ ചെവി. ഇങ്ങനെ, അതുകൊണ്ട് അയാൾക്ക് നല്ല കഴിവ്. എൻ്റെ ഒരു ചെറിയൊരു വൈഫിന്റെ അനിയത്തിയുടെ മോളുടെ മോനുണ്ട്, കനഡയിലാണ്. ഞാൻ എപ്പോ വാട്സപ്പിൽ വന്ന ഉടനെ ഞാൻ നിങ്ങൾക്ക് ക്രാഫ്റ്റ് കാണിച്ചു. എലിഫന്റ് ഡോക്ടർ TPS അടിച്ച ആനേനെ ഉണ്ടാക്കുന്നതാണ് ആ കുട്ടി കൊണ്ട് ഉണ്ടാക്കിയ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഉടനെ റെക്കോർഡ് ചെയ്യും, അവർക്ക് കാണിച്ചു കൊടുക്കും, അത് റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ ഇടുകയും ചെയ്യും പാരലി. അങ്ങനെ ചിലപ്പോഴൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യും. അങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. എത്ര വയസ്സായി? ഉറക്കെ പോരാ. ഇപ്പൊ മുതല് മോളുടെ പ്രായം 25 ആണ്. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കാം. ഇത്ര മോളുടെ പ്രായം പോരാ, 25 വിചാരിക്കാം. തിരിച്ചു വീട്ടിൽ പോകും. ചെരുപ്പ് അവിടെ ഇവിടെ കയറിയോ? നടക്കുമ്പോ ആരുടെയും കൈ പിടിക്കോ? വികൃതി കാണിക്കോ? ആരെങ്കിലും പഠിക്കാൻ പറയണോ? സോ നമ്മൾ മച്ചുവേർഡായാൽ ഓട്ടോമാറ്റിക്കലി മച്ചുവേർഡായി. ഞാനൊക്കെ 10-38 പ്രായമുള്ളപ്പോഴും എൻ്റെ ഏറ്റവും മൂത്തേട്ടൻ എന്നെക്കാളും 30 വയസ്സ് പ്രായമുള്ള ആൾ ഏട്ടൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിക്കും, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യണം? കാരണം നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ മെച്യൂരിറ്റി. മനസ്സിലായോ? എന്റെ കൂടെ വന്നപ്പോ താമസിക്കുന്നുണ്ട് അല്ലെ എന്റെ ഏട്ടന്മാരും ഒക്കെ, എന്റെ മാഷന്മാരെ ആ 10 ദിവസവും എന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് മാത്സ് പഠിപ്പിച്ച എന്റെ ബ്രദറിലോ 74 വയസ്സുണ്ട്. എന്റെ അപ്പുറത്തിരുന്ന് കേൾക്കും രാവിലെ മുതൽ വൈകുന്നേരം. ഒരു സ്റ്റുഡന്റിനെ പോലെ ഇരിക്കും എന്റെ ബ്രദറിനെ. എന്നെ പഠിപ്പിച്ച മാഷ. മനസ്സിലായോ? നിങ്ങളെ പഠിപ്പിച്ച മാഷന്മാര് നിങ്ങളുടെ മുമ്പിൽ. ഇന്നലെ ഞാൻ എന്റെ ടീച്ചറുടെ വീട്ടിൽ പോയി, മാത്സ് പഠിപ്പിച്ച എന്റെ കോളേജിൽ. ഇപ്പൊ ഞാൻ പോകുമ്പോൾ സമയത്ത് പറഞ്ഞു എനിക്ക് ഗൂഗിൾ മാപ്പ് വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. അല്ല എനിക്ക് അതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ടീച്ചറെ ഞാനിപ്പോ സ്റ്റുഡന്റ് ആക്കാൻ പോവാണ്, ഇത് പഠിച്ചോളണം എന്ന്. എന്നിട്ട് പഠിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ഇനി ഒരാളോടും പറയരുത് എന്ത് ഗൂഗിൾ മാപ്പ് അയക്കാൻ അറിയില്ല, ലൊക്കേഷൻ അയക്കാൻ നിങ്ങൾക്ക് അറിയണം. എല്ലാം പഠിക്കണം. എപ്പോ പഠിക്കണം? എപ്പോ വേണം. ഇംഗ്ലിനേഷൻ പണ്ട് ജനിക്കുമ്പോൾ നമുക്കുള്ളതല്ല, ഇപ്പം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പുതിയ മെത്തഡോളജിയാണ് ABCDEFG Z വരെ ഒരു ബുക്ക് ഉണ്ട്. അതിങ്ങോട്ട് ABCDEFG ഓക്കെ, HIJKL MNOPQRS TUVWXYZ ആണ്. എവിടെ TUVXYZ ഉണ്ടോ? 26 ചാപ്റ്റർ. 26 ചാപ്റ്ററിന്റെ ഓരോ ചാപ്റ്ററിന്റെയും പേര് ABCDZ വരെയാണ്. ഇതെന്താ പറയണത്? എങ്ങനെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സിനെ
ഇങ്ങനെ കുറെ വ്യത്യസ്തമായ ഏജ് 3 മുതൽ ഹാൻഡ് ബുക്ക് ഫോർ മെന്റേഴ്സ് ഓഫ് ഏജ് 3 ടു ഗ്രേഡ് 3, 3 വയസ്സ് മുതൽ 3-ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും എങ്ങനെ പഠിപ്പിക്കണം? ഒരേ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കണം. എന്ത് ചെയ്യണം? ക്രാഫ്റ്റ്, ആർട്ട്, ഡാൻസ്, എഴുത്തില്ല, വായനയില്ല, കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ ഉണ്ടാവും. 10 പ്രാവശ്യം ഞാൻ ആ കുട്ടിയോട് എ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി എ എഴുതാൻ പഠിച്ചു. മനസ്സിലായോ? ഞാൻ ഇപ്പൊ നിങ്ങളോട് 10 നമ്പർ എന്റെ ടെലിഫോൺ പഠിപ്പിച്ചില്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുക? കുറേ പ്രാവശ്യം റിപ്പീറ്റ്. അവർ പഠിക്കില്ല. നമ്മൾ പഠിപ്പിക്കുന്നൊരു പാട്ടാണ് ടിങ്കിൾ ടിങ്കിൾ ലൈൻ ബൈ ലൈൻ. ടിങ്കിൾ ടിങ്കിൾ മിന്നും മിന്നും താരകമേ. അടുത്ത ലൈൻ. എന്തത്ഭുതമാണീ ദൃശ്യം. പിന്നെയോ മീതേ മീതേ മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു. മനസ്സിലായോ? നിങ്ങക്ക് പറ്റൂല്ലയോ? ഓരോ കവിതകൾ എടുക്കാൻ പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മലയാളികളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഏതോ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ച അതേ ടിങ്കിൾ ടിങ്കിള് ഇപ്പോഴും ടിങ്കിൾ ടിങ്കിൾ ഇതാക്കിയിട്ട് കാര്യമൊന്നുമില്ല. മിർസു മിർസു ആകാശം ലു തെലുങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് ബംഗാളിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഈ ഗ്രൂപ്പിൽ ഇട്ടത്. എന്നിട്ട് ഒരു മനുഷ്യനും അതിന് ഒരു കമന്റ് പോലും ഇട്ടു. ഞാൻ ഇട്ടതേ ഉള്ളൂ. എന്നാൽ കുറെ മെമ്പേഴ്സിനെ ചേരുമ്പോൾ അതൊന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ ആ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും തോന്നും അത് ഗുണമുള്ളതാണ്, കുറെ ആളുണ്ട്, അതൊന്ന് പേസ്റ്റ് ചെയ്ത് കളയാം. ആകെ 3 ആളുടെ. അത് എന്തിനാ ചെയ്യണത്? നിങ്ങളുടെ 4 പേര് ചേർന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവിടെ പാടുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവര് ചെയ്യുന്നത് കണ്ടിട്ടല്ല കാര്യം. നിങ്ങൾ ക്രിയേറ്റീവ് ആവാനുള്ള ഒരു പ്രചോദനമാണ് വേറൊരാൾ ചെയ്യുന്ന കാര്യം. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് അവർക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നും ചെയ്തതല്ല. ഞാൻ ഈ മലയാളത്തിലും തെലുങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബംഗാളിൽ പോയ സമയത്ത് 4 ടീച്ചേഴ്സിനെ വിളിച്ചിരുന്ന് 10 മിനിറ്റ് തരും, അവിടെ നിന്ന് ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അവർ വന്നു ചെയ്തു. അണ്ടർസ്റ്റുഡ്? സോ ബി ക്രിയേറ്റീവ്. അപ്പൊ എന്റെ ക്ലാസ് മുറികളിൽ ഞാൻ ചെയ്യുന്നത് എന്താണ്? കുട്ടികളെ ക്രിയേറ്റീവ് ആക്കുക, അവരുടെ സൈക്കോളജി ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു ബുക്കാണിത്. ഇത് CBSE എന്ന് പറയുന്ന സിലബസ്. തെറ്റാണ്, പറയാൻ പാടില്ല. CBSE അല്ല. കാരണം CBSE എന്ന സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ്. 9-ാം ക്ലാസ് മുതലേ CBSE ഉള്ളൂ. ഓരോ ഒരാൾ 7-ാം ക്ലാസ് CBSE എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്ന പണിയാണ്. ഇന്ത്യ ഫുൾ ആൾക്കാരെ പറ്റിക്കുകയാണ്. 7-ാം ക്ലാസ് ഏതാ മോളെ? CBSE സ്റ്റേറ്റ് സിലബസാ ആണോ? അല്ലയോ? CBSE 7 വരെ CBSE ഇല്ല. CBSE എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഏത് ക്ലാസ്സിലാണ് തുടങ്ങേണ്ടത്? എന്നിട്ട് അവളിപ്പോ പറഞ്ഞു ഞാൻ 7 ക്ലാസ് വരെ ഏതാ പഠിച്ചത്? CBSE. അത് പറ്റിച്ചു. എന്താ കാരണം? NCERT എന്ന് പറയുന്ന ഒരു കമ്പനീന്റെ ബുക്ക് ഏതോ ഒരാൾ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് അത് എഴുതി തുടങ്ങി. അപ്പൊ ഇത് CBSEക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ CBSE ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ മെന്റൽ കെയർ എങ്ങനെ നടത്തണം. MS in സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ആണ്. ഇപ്പൊ കൃത്യമായിട്ട് സൈക്കോളജി അറിയാം. പക്ഷെ അതൊന്നുമല്ല, ആ സൈക്കോളജി എന്റെ ഡിഗ്രി ഒന്നും അല്ല. ഡിഗ്രി അറിഞ്ഞാലൊന്നും സൈക്കോളജി അറിയില്ല. അതിന് മനുഷ്യന്മാരുമായിട്ട് ഇടപെടണം. ഈസ്റ്റേൺ ഫിലോസഫിക്കൽ സൈക്കോളജി രാമായണം മുതൽ പഠിക്കണം. അങ്ങനെ പഠിച്ചാളാം. രാമായണമാണ് ആദ്യത്തെ സൈക്കോളജി ബുക്ക്. അപ്പൊ അതിനകത്ത് ദ ഹാപ്പി ഹിപ്പോ ഹാൻഡ് ബുക്ക് എന്നാണ് ചെറിയ കുട്ടികളുടെ സൈക്കോളജി ബുക്ക്. അത് കുറച്ചും കൂടി വലുതാവുമ്പോൾ ടീനേജ് ഒഴിവാക്കിയതാണ്. കാരണം ഇപ്പൊ ടീനേജ് ഇല്ല, ചെറുപ്പത്തിലേ ടീനേജ് ആയി. പണ്ടൊക്കെ 13 ആവുമ്പോഴാണ് ടീൻ. ഇപ്പൊ 10 വയസ്സായാലും ടീനായി, എല്ലാ സ്വഭാവം കൊണ്ടും. അതുകൊണ്ട് അവരുടെ അഡോളസൻസ് എന്നുള്ള പേരിൽ ഞാനൊരു ബുക്കാണ്. പിന്നെ എഴുതിയിട്ടുള്ള മൈൻഡ് മാറ്റേഴ്സ്. ഇത് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഏത് തുറന്നാലും ഒരു പുതിയ നമ്പർ. ഇത് വായിക്കാം. അതിന് മുമ്പുള്ളതും ഇതും റിലേറ്റഡ് ഒന്നും അല്ല. അപ്പൊ വായനക്കാരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇത് ഇങ്ങനെ കുറെ ബുക്ക് എഴുതിയപ്പോ അസർബൈജാൻ എന്നൊരു സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണലിസ്റ്റ്, അവർക്ക് എന്റെ കൂടെ ഒരു ബുക്ക് എഴുതണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവർ.
ആ പ്രൊഫസറാണ്. അവരുടെ പേരെന്താണ്? സാമിറ അലിയേവേറ എന്നാണ് പേര്. അസർബൈജാൻ ബാക്കു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പേര് കണ്ടു, ഞങ്ങൾ കണ്ടു. കുറെ ആൾ ബുക്ക് എഴുതുന്നവരുടെ സമ്മേളനമാണ്. ഞാൻ അങ്ങനെ പോകാറില്ല. അപ്പൊ അവരും ഞാനും തമ്മിൽ എഴുതിയിട്ടുള്ള ബുക്കാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിന്റ് ചെയ്യാൻ പാടില്ല, കാരണം ആമസോണിൽ അവരിപ്പോൾ വിൽപ്പനക്ക് വരും. പക്ഷെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഇതിനോട് കാശ് എഴുതിയിട്ടില്ല. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറേ ബുക്കുകൾ എഴുതാം നമുക്ക്. അങ്ങനെ എഴുതിയില്ലെങ്കിൽ ഞാൻ ചത്തുപോയാൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ യൂട്യൂബിലും ഇന്റർനെറ്റിലൊക്കെ ഉണ്ടായ നാളെ യൂട്യൂബ് ഇന്റർനെറ്റ് പോകുമോ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകും. കാണിച്ചു. ഇതാണ് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ കെയർ ചെയ്യണം. ഹൗ ടു സിറ്റ് എന്നുണ്ട് ഡോക്ടർ DPSന്റെ ഒരു വീഡിയോ. ഹൗ ടു ഇരിക്കുന്നത് എങ്ങനെ. അത് ഞാൻ കുറേ കാലം പഠിപ്പിച്ച സ്ഥലമാണ് രാമകൃഷ്ണ മഠം. ആ രാമകൃഷ്ണ മഠത്തിൽ പോയ സമയത്ത് ഗർഭിണികളായ സ്ത്രീകളെ യോഗ പഠിപ്പിക്കുകയാണ്. ആ ഇരുത്തുന്നതേ അബദ്ധത്തിലാണ്. അത് കേരളത്തിൽ നിന്ന് BAMS കഴിഞ്ഞൊരു ഡോക്ടറാണ് പഠിപ്പിക്കുന്നത്. ഉറപ്പാണ് അവർക്ക് അസുഖം വരും. ഇരിക്കുന്നതേ ശരിയില്ല. ഞാൻ അവരോട് പറയാൻ പറ്റില്ല, കാരണം പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഇവിടെയൊക്കെ പറയാൻ അവരത്ര റിലേഷനുള്ള ആളൊന്നുമല്ല. ഒന്നും മിണ്ടാണ്ട് വന്നു. പക്ഷെ വൈകുന്നേരം എനിക്ക് തോന്നി ഞാൻ ഒരു എന്ത് ചെയ്യണം, വീഡിയോ ഇടണം. നിങ്ങളൊക്കെ പണ്ട് വീടുകളിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇരുന്നിട്ട് താഴത്തിരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കാം. പലയുണ്ടാവും. എല്ലാവർക്കും ഒരേ വലുപ്പമുള്ള പലയാണോ? വ്യത്യസ്തമായ പലകളാണ്. നമ്മുടെ സീറ്റിന് എത്ര ഇരിക്കാൻ കംഫർട്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പല ഒരാൾ തീരുമാനിക്കും. എന്റെ പല എന്റെ തന്നെയാണ്, ഏട്ടന്റെ പല ഏട്ടന്റെയാണ്, അച്ഛന്റെയാണ്, അമ്മയുടെയാണ്. ആണോ അല്ലയോ? അതിലിരിക്കുമ്പോൾ എത്ര സമയവും ചമ്രം പടഞ്ഞിരിക്കാം. ആ ഇരിപ്പിനെയാണ് സുഖാസനം എന്ന് പറയാം. അപ്പൊ ഞാനൊക്കെ ഹിമാലയത്തിൽ പോയിട്ട് പഠിക്കുന്ന സമയത്ത് ഇരിക്കാൻ പഠിപ്പിക്കും ഒരാഴ്ച. ഇന്നത്തെ യോഗയൊക്കെ എങ്ങനെയാ? ഫാസ്റ്റ് ആയിട്ട് ഒരാഴ്ച ക്യാമ്പ് കൊണ്ട് എല്ലാം പഠിപ്പിച്ചു. എന്നിട്ട് യോഗാചാര്യ എന്നുണ്ടൊരു അല്ലെ, യോഗാചാര്യ, സർട്ടിഫൈഡ് യോഗാചാര്യ. അവൻ അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെയൊക്കെ പ്രഭാഷണത്തിൻ്റെ ഒരു ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടാണ്, കുറച്ചാണ് സംസാരിച്ചില്ല, ശ്വാസം മുട്ടാണ്. അവനാണ് യോഗാചാര്യ. സ്വന്തം ആരോഗ്യം നോക്കാൻ പറ്റാത്ത. നാളെ ഞാൻ കടന്നു പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് വരെ ദൈവം സഹായിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തണ്ടി നടന്നിട്ടു. ഗോട്ട് ഇറ്റ്? അതുകൊണ്ട് ജീവിതത്തിൽ ചര്യ കൃത്യമായിട്ടുണ്ടാവണം. അത് എപ്പോ തുടങ്ങണം? പ്രഗ്നൻസി മുതൽ വേണമെന്ന്. അതുകൊണ്ട് സിറ്റിംഗ് ഡോക്ടർ TPS. എൻ്റെ ഏത് വീഡിയോ നിങ്ങൾ കണ്ടാലും അതിനടിയിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടില്ലെങ്കിൽ മട്ടന്നൂർ എന്നെങ്കിലും എഴുതാം. അപ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ഒക്കെ അറിയും. നിങ്ങൾക്ക് കാണാം എൻ്റെ തൊട്ട് മുമ്പുള്ള കുറേ വീഡിയോസ് നോക്കിയാൽ കരീംനഗർ അവർ വെറുതെ എഴുതും I am from കരീംനഗർ എന്ന് എഴുതിയിട്ട് കാണും. അത് കാണുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്കൊരു ധൈര്യമുണ്ട്, കരീംനഗറിൽ പോയി എന്ന് അല്ലേ, അവർക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ചെയ്യണം. ഓരോ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ഒരു വാക്കെങ്കിലും അതിനകത്ത് ഞാൻ ഇന്നതാണ് കണ്ടത് എന്നും കൂടി എഴുതണം, ഇന്നതാണ് പഠിച്ചത് എന്ന് എഴുതണം. ആ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടതാണ്, രണ്ടാം പ്രാവശ്യം 2 മണിക്കൂർ കേൾക്കേണ്ട കാര്യമില്ല. ആ ഒരു സെറ്റിങ്സിന്റെ ഒരു സ്ഥലത്ത് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മോഡ് അല്ലെങ്കിൽ 2x 3x ഉണ്ട്. ഞാനൊക്കെ എല്ലാ സിനിമയും കാണുന്നത് 3x മോഡിലും 2x മോഡിലുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എളുപ്പം പോവാം. അപ്പൊ അതുകൊണ്ട് കുറേ സമയം വേണ്ട. സമയം നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും എല്ലാം പഠിപ്പിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസം മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയിട്ടുള്ള പരിപാടി എവിടെ വരെ എത്താം? സിവിൽ സർവീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാമാണ് സിവിൽ സർവീസ്. 20 ലക്ഷം പേര് എഴുതും. ഇല്ല, ഇപ്രാവശ്യം 15 ഉള്ളൂ. 15 ലക്ഷം പേരാണ് 2023 രജിസ്റ്റർ ചെയ്തത്. 2024 ജൂൺ 14 തീയതി കണ്ടാണ് എക്സാം. അതിലും ഒരു 15 ലക്ഷം ഉണ്ടാവും. ഈ 15 ലക്ഷം രജിസ്റ്റർ ചെയ്താൽ എത്ര പേര് പോകുന്നറിയോ? എക്സാം ഹോളിൽ 6 ലക്ഷം. ബാക്കിയുള്ളവർ പേടിച്ചു പോവില്ല. കാരണം ഒരു പ്രാവശ്യം എഴുതിയാൽ ഒരു ചാൻസ് പോയി. ആ എക്സാമിൽ എങ്ങനെ പാസ്സാവണം എന്നുള്ളതിന്റെ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേരളത്തിൽ, ഡെസ്റ്റിനേഷൻ IAS. നിങ്ങൾക്ക് കാണാം 3 ദിവസത്തെ വർക്ക്ഷോപ്പൊക്കെ കണ്ണൂർ നടത്തുമ്പോൾ മുമ്പിലിരിക്കുന്ന ഹസ്ന അബൂബക്കർ എന്ന് പറയുന്ന ഒരു മോളെ അവരുടെ ഉമ്മ രാത്രി ഫുൾ ലാബിൽ വർക്ക് ചെയ്തിട്ട് പകൽ വന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. 3 ദിവസം ഉറങ്ങാതെ വർക്ക് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആ ഹസ്ന ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഡൽഹി പോയി പഠിക്കുന്നു. ഇപ്പൊ ഡൽഹി പോയി പഠിക്കുന്നു, IAS പ്രിപ്പയർ ചെയ്തു. ഇവിടെയുള്ള സാധാരണ കുട്ടി
സാധാരണ ഒരു 7ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾ എൻ്റെ അടുത്ത് ആദ്യം വന്ന് ഹിന്ദി എക്സാമിന് തോറ്റു, ഞാൻ തോക്കും എന്തായാലും, തിങ്കളാഴ്ചയാണ് പരീക്ഷ, ഒരു 3 ദിവസം വന്നോട്ടെ വെച്ച് 3 ദിവസം പോയി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ 87% മാർക്ക് കിട്ടി ഇന്ത്യയിൽ. 3 ദിവസം പഠിപ്പിച്ചു. ഇത്ര എളുപ്പാ. നിങ്ങളുടെ പിള്ളേരൊക്കെ പഠിപ്പിച്ച് മാർക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഗ്യാരണ്ടീഡാ. പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കണം. ഗ്രൂപ്പ് ആക്ടിവിറ്റിയോടുകൂടി പഠിക്കണം. മനസ്സിലായോ? അതിന് താല്പര്യം വേണം. ഇന്നലെയും ടീച്ചർമാരെ പഠിപ്പിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തൊരു വിദ്യ പറഞ്ഞുതരാം. എങ്ങനെ താല്പര്യം ഉണ്ടാവും? എല്ലാ രാജ്യവും ക്യാപിറ്റലും കൺട്രിയും പഠിക്കണം. താല്പര്യമുണ്ടോ? താല്പര്യമില്ലേ? ഉണ്ടോ താല്പര്യം? ഉറക്കേ? എന്തിനാ 4 പ്രാവശ്യം ചോദിക്കണം ഞാൻ? ചെറുത്തടി. താല്പര്യമുള്ളവര് ഈ ലൈനിൽ നിരന്നിരിക്കാം, ചെയർ വലിച്ചിരിക്കാം. ഒരാളിരുന്നു, അതിന്റെ ബാക്കിൽ അടുത്ത ആള് ചെയർ വലിച്ച് അങ്ങോട്ട് ഇരിക്കാം. ഫാസ്റ്റ് കം, ഗുഡ് ഗേൾ. അഞ്ജലിയൊക്കെ മാറിയത് കണ്ട? രാവിലെ വന്ന അഞ്ജലി അല്ല ആണോ? അഞ്ജലി യെസ് ഓർ നോ? എന്താ പറയാൻ പോണത്? ഒരു കൺട്രിയും അതിന്റെ ക്യാപിറ്റലും പറയും. ഉറക്കെ പറയണം, എല്ലാരും കേൾക്കണം. ഇന്ത്യ ഉണ്ടായിട്ട് പാകിസ്ഥാനിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ട്? ഒരു രാജ്യം ഒരു എന്ത്? നീ പാകിസ്ഥാനിയാണോ? നീ ഞാൻ അറിയും, ഞാൻ വല്ല കാര്യം പറഞ്ഞു. വൈ ഡു യു ഇതാണ് കുഴപ്പം. ഞാൻ ഇമാജിൻ ചെയ്യാണ് വേറെന്തോ സംഭവമാണ് നടത്താൻ പോണെന്ന്. ഒരു രാജ്യം അറിയുന്നത് പറയാ ആദ്യം. ഏതാ പാകിസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാ? കറാച്ചി അല്ല എന്റെ കുട്ടിയെ, കാബൂളും അല്ല, ഇസ്ലാമാബാദ്. തൊട്ടടുത്ത രാജ്യത്ത് പത്രം വായിക്കാനില്ല, അതുകൊണ്ടാ. ന്യൂസ് പേപ്പർ വായിക്കുമ്പോ പാകിസ്ഥാനിലെ ന്യൂസ് വരുമ്പോ തൊട്ടടുത്ത് ഇസ്ലാമാബാദ് എന്നുണ്ടാവും. ഇന്ത്യയുടെ പത്രം വായിക്കുമ്പോ എല്ലാ സ്ഥലവും ഉണ്ടാവും. പക്ഷെ നാഷണൽ ഇന്റർനാഷണൽ പേജിൽ പോയാൽ ന്യൂഡൽഹി ഉണ്ടാവുള്ളൂ. അത് ഫിനാൻസ് ന്യൂസ് ആണെങ്കിൽ ബോംബെ ഉണ്ടാവുള്ളൂ. കാരണം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് ബോംബെ. കറാച്ചി ഇസ് എ ക്യാപിറ്റൽ ബട്ട് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. ന്യൂഡൽഹി. ഉറക്കെ എല്ലാരും കേൾക്കണം. ശ്രീ ജയവർദ്ധനപുര കോട്ടൈ. എന്തിനാ അങ്ങടൊക്കെ പോണം? ഇഷ്ടംപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് അറിയുന്ന തൊട്ടടുത്ത രാജ്യങ്ങളുണ്ട്. ഏറ്റവും വലിയ രാജ്യം നമ്മളെ ഭരിച്ചിരുന്ന ആളുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. എല്ലാരും ചെക്ക് ചെയ്തോളണേ ഗൂഗിളിലൊക്കെ. ഞാൻ ഒന്നിട്ട് കറക്റ്റ് ചെയ്യാൻ പോലില്ല. കണ്ടുപിടിച്ചോളണം, തെറ്റുണ്ടെങ്കിൽ പിടിച്ചോളണം. അതാണ് അറിയാനുള്ള ആഗ്രഹം. ഞാൻ ഇനി ഇടപെടില്ല. ഉറക്കെ പറയണം. അടുത്തത്. ജപ്പാൻ, ടോക്കിയോ. ഇനി അടുത്ത ആള്, അയാള് പറ. റിപ്പീറ്റ് സെയിം വേ. വി ആർ ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് ഹിയർ. ഞാനതാ പറഞ്ഞത് ചെക്ക് ചെയ്യണമെന്ന്. വേറെ ഒന്നും പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും കണ്ടുപിടിക്കണ്ടോന്ന് അറിയാനാണ്. കാൻബറയാണ്, എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളോട്. ഞാൻ തന്നെ എന്തിനാ കറക്റ്റ് ചെയ്യണേ? ആർക്കെങ്കിലും ആ ബോധം ഉണ്ടാവണ്ടേ? എന്റെ 4 കസിൻസ് താമസിക്കുന്ന സ്ഥലമാണ് സിറ്റി കാൻബറ. സിഡ്നിയാണ് എഡ്യൂക്കേഷൻ ക്യാപിറ്റൽ. ഏറ്റവും കൂടുതൽ MBA പഠിക്കാൻ പോകുന്നവർ സിഡ്നിയിലാണ്. ഓരോന്നും കേൾക്കുമ്പോ കൃത്യമായിട്ട് എന്ത് വേണം? അറിയോ? ശരിയാണോ തെറ്റാണോ? ഉടനെ ഗൂഗിൾ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ വരുമ്പോഴത്തേക്കും 25 രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റലും പഠിക്കാൻ പറ്റുമല്ലോ? യെസ്. അപ്പൊ ഞാൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ഇപ്പൊ ആർക്കും ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കുറച്ചു പേർക്ക് അറിയുമെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം നടത്തി നമ്മൾ 2 ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് എല്ലാ രാജ്യവും ക്യാപിറ്റൽ. മനസ്സിലായോ? ഇപ്പൊ പഠിക്കാനുള്ള മെത്തേഡ് എന്താണ്? റിപ്പീറ്റേഷൻ ആണ്. പക്ഷേ എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ ചെയ്താൽ മക്കളൊക്കെ എന്ത് ചെയ്യും? കുറേ പഠിച്ചിട്ട് വരും. ആളാവണ്ടേ? 3ാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രം ഇടപെട്ടാൽ
അവർ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ഭയം വരും. അതുകൊണ്ടാണ് പലർക്കും ഈ സംസാരിക്കാനുള്ള ഒരു ഭയം. അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. അതിനാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, അരത്തമാറ്റിക് എബിലിറ്റി ഉണ്ടാക്കണം, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടാക്കണം, ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സമയമാണ് ഏജ് 3 to grade 3. അപ്പോൾ TTC ടീച്ചർമാരൊക്കെ എന്ത് ചെയ്യണം? സ്വന്തം ഇത്തരം സ്കൂൾ തുടങ്ങണം. മനസ്സിലായോ? നിങ്ങളുടെ പേരിൽ വേണ്ട, ആരുടെയെങ്കിലും പേരിൽ, നിങ്ങളുടെ വീട്ടിന്റെ ഇത്രയുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളിപ്പം നടത്തണില്ലേ? അപ്പന് വരാം, അപ്പന് വരാം, അപ്പൂപ്പന് വരാം, നാട്ടുകാർക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം, എന്തും വേണമെങ്കിൽ പഠിക്കാം. ടീച്ചർ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ എളുപ്പമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കാണുമ്പോൾ പൊറുക്കും. എന്തിനാ അറിയോ? അപ്പൊ ഇന്നലെ ഫ്ലൈ ചെയ്ത് വരുമ്പോഴാണ് ഇതെന്താ സാധനം? എന്തിനാ ഉപയോഗിക്കുന്നത്? നല്ല സാധനം. ഇതിന്റെ മുകളിലൊരു ക്വിസ് ഉണ്ട്. കുറെ സാധനം പ്രിന്റ് ചെയ്തിട്ട് തെറ്റേതാന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ വെള്ളം കുടിക്കുന്നതോടുകൂടി വിദ്യാഭ്യാസം കൂടി കൊടുക്കും. മനസ്സിലായോ? ഇനി ഇതെന്ത് ചെയ്യണം? നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് പഠിക്കണം എന്ന് വിചാരിക്കും. എളുപ്പ. ഇതങ്ങോട്ട് തുറക്കുക, എന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പേപ്പർ എടുക്കുക, ഈ സാധനം സ്പ്രെഡ് ചെയ്യുക, കുറച്ച് ചെരിച്ച് കട്ട് ചെയ്യുക, അത് രണ്ടും കൂടി ഒട്ടിക്കുക. അതിന്റെ താഴത്തൊരു കപ്പായോ ഇല്ലയോ? നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എൻ്റെ സംസാരിക്കാൻ പറ്റാത്ത ബ്രദറാണ് എന്നെ ക്രാഫ്റ്റ് പഠിപ്പിച്ചത്. കുറേ സാധനങ്ങൾ കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്റെയൊക്കെ ഭാഗ്യം അങ്ങനെ കുറെ ആൾക്കാരുടെ കൂടെയാണ് ഈ ഒരു സാധനം ഫ്ലൈറ്റ് നിന്ന് എടുത്തോണ്ടത്. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പഠിക്കാം. നിങ്ങളൊക്കെ ക്യാരി ബാഗ് ഇല്ലേ? അതൊക്കെ എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ക്യാരി ബാഗ് ഉണ്ടാക്കാൻ എന്ത് എളുപ്പം അറിയും? എന്താ ചെയ്യാ? ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ആ താഴത്തെ ഭാഗം ഒന്നിങ്ങോട്ട് മടക്കുക, രണ്ടും കൂടി ഇങ്ങോട്ട് ട്രയാങ്കിൾ എടുത്ത് ചെയ്തുണ്ടാക്കാം. എന്നിട്ട് ഈ മുകളിലത്തെ ഭാഗം താഴത്തൊരു കുറച്ചുകൂടി കട്ടിയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനകത്തൊരു ഹോൾ ഉണ്ടാക്കുക. അതിന്റെ താഴത്തും ഒരു സാധനം പാസ് ചെയ്യുക. എന്നിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഷൂ ലേസ് പോലത്തെ ഒരു സാധനം അപ്പുറത്തിട്ട് ഹാൻഡില്. ഇതൊക്കെ നമ്മൾ എത്രയോ കാലം മുമ്പ് ചെയ്തിരുന്നതാണ്. ഇങ്ങനെ ഓരോരോ സംഭവങ്ങളും നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഉടനെ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു പഠിക്കാം. അണ്ടർസ്റ്റുഡ്? ഞാൻ ഉണ്ടാക്കുമ്പോഴേ എന്റേതാവുള്ളൂ. ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യണം. ഡോക്ടർ TPS ക്രാഫ്റ്റ് നോക്കിയാൽ കാണാം. മനസ്സിലായോ? ഒരു ചെമ്പരത്തിയുടെ പടം വരയ്ക്കണമെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 ചെമ്പരത്തിയുടെ ഇല വരയ്ക്കുക, അതിന്റെ മുകളിൽ പെയിന്റ് അടിക്കുക, ടപ്പ് തടിക്കുക. മനസ്സിലാവുണ്ടോ? ഒരിക്കലും നമ്മൾ വരച്ചാൽ ആ പെർഫെക്ഷൻ കിട്ടുമോ? ഒരു പെയിന്റിന്റെ മുകളിൽ വെച്ചിട്ട് അതുപോലെ ഇങ്ങോട്ട് വെച്ചാലോ ഇലയായില്ലേ? എത്ര സമയം വേണം വരക്കാൻ? അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ വീട്ടിലിരിക്കുന്നത് പെയിന്റും ഉണ്ടാവില്ല. ചെമ്പരത്തി ഇല അവിടെ കിട്ടും, വേറെ എന്തെങ്കിലും കിട്ടും. പച്ചയിലൊന്നും നോക്കി പച്ചയാക്കും. കുങ്കുമത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങൊരു വെള്ളത്തിലാക്കും. ഒരു ചെറിയൊരു പേപ്പർ നല്ലപോലെ ചുരുട്ടി പിടിച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുക. അതെടുക്കുക, അപ്പുറത്ത് 4 കുത്തു കഴിഞ്ഞാൽ പൂവ്, ചെമ്പരത്തി പൂവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കൂടെ ഒന്ന് കണക്ട് ചെയ്യും. ഇത് എളുപ്പം വരക്കാന്നറിയോ? വരയ്ക്കാൻ വേണ്ടത് നമുക്ക് ഭാവനയാണ്. ആ ഭാവന ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ നമ്മൾ കാണും എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത്. ഡോക്ടർ TPS ആർട്ട്, ഡോക്ടർ TPS ഡ്രോയിങ്, ഡോക്ടർ TPS ഡാൻസ് ഒക്കെ നോക്കുക. ചുമ്മാ ഓരോരോ സാമ്പിൾ, കുക്കിംഗ്, എല്ലാത്തിനും ഉണ്ടാവും ചെറിയ. ഓക്കെ, എലിഫന്റ് നോക്കണം, എന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കണം. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള ടവല് നല്ലപോലെ സ്റ്റിഫായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിൽക്കില്ല, പൊടിഞ്ഞു വിടും. ഓക്കെ, അതൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഉടനെ അയാളോട് ചോദിക്കും ഇതാരാ ഉണ്ടാക്കിയത്, അങ്ങനെ വിളിച്ചോട്ടാണ് എന്നെ പഠിപ്പിക്കണം. ഇത് യൂട്യൂബിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പഠിച്ചു തുടങ്ങിയ ആളെ ഇപ്പൊ എന്ത് നോക്കിയാലും കിട്ടുമല്ലോ, അല്ലേ? അപ്പൊ വാസന എവിടെയാണ്? എവിടെയൊക്കെ എനിക്ക് വാസനിക്കാൻ പറ്റും അവിടെയൊക്കെ വാസനിക്കും. എന്തൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ. ഞാൻ നേരത്തെ അഞ്ജലിയോട് ഞാൻ ഒരു കോട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ എഴുതണം, എന്റെ കോട്ടാണ്. ഞാൻ പഠിച്ചത് ഞാൻ ചെയ്താൽ I become successful. I practice what I learned in my life. I become successful. Okay. If I do what I don't learn, I become a leader. ഞാൻ പഠിക്കാത്തത് ചെയ്താൽ ഞാൻ ആരായി?
ലീഡറായി. നിങ്ങൾക്ക് ലീഡർ ആവണോ സക്സസ്ഫുൾ ആവണം? ലീഡർ ആയ ഓട്ടോമാറ്റിക്കലി സക്സസ് ആയി. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളും ലീഡേഴ്സ് അല്ല. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കും എനിക്കുന്നൊക്കെ ചെയ്യാൻ പറ്റും. വാട്ട് ഐ ലേൺ ഐ ബിക്കം സക്സസ്ഫുൾ. ഐ ഡു വാട്ട് ഐ ഡോണ്ട് ലേൺ ഐ ബിക്കം എ ലീഡർ. അപ്പൊ നല്ലപോലെ പഠിക്കണം. ഓക്കെ, ഇത് വളരെ വിശദമായിട്ടാണ് ഞാൻ എല്ലാം പറയാം. എന്താ കാരണം എന്നറിയോ? കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ആ ഒരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല രാജ്യവും, കാരണം അങ്ങനെ ഇതുവരെ ആരും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ടേസ്റ്റ് ഇല്ലാത്തത്. ജനറൽ നോളജ് ഉണ്ടായാലേ ഏത് പരീക്ഷയും പാസ്സാവുള്ളൂ. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക? ബിടെക് കഴിഞ്ഞ ഉടനെ UPSC PSC ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറേ മണ്ടന്മാർ നടത്തുന്നുണ്ടല്ലോ ട്രെയിനിങ് സെന്റേഴ്സ്. അവിടെ പറഞ്ഞേക്കും. എന്താ കാരണം? അവൻ ഇതുവരെ ഒരു ജോലിയും കിട്ടിയിട്ടില്ല, ഒരു പണിയും കിട്ടാത്ത ആളാണല്ലോ ഇപ്പൊ കോച്ചിങ് സെന്റർ എടുക്കണം. അയാൾക്ക് ബാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ അയാൾ ക്ലാസ് എടുക്കാൻ പോകും. ഇപ്പൊ റിട്ടയർ ആയിട്ടുള്ള ആള് ശരി, കാനറ ബാങ്ക് Dr. TPS അവിടെ പഠിപ്പിക്കുന്ന ആളായ, LIC Dr. TPS LIC പഠിപ്പിക്കുന്ന ആളാ. MDRT $1 million റൗണ്ട് ടേബിൾ എന്നാണ്. $1 million ബിസിനസ് ചെയ്യുന്ന MDRT Dr. TPS അടിച്ചാൽ ഞാൻ എംപാനൽഡ് ടീച്ചറാണ്. മോള് വായിച്ച സമയത്ത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ്. നീ തെറ്റായിട്ടാ വായിച്ചത്. എന്താ വായിച്ചിരുന്നേ? ഒന്നും ഓർമ്മയില്ല, കാരണം എന്തോ എഴുതി വായിച്ചു എന്നാണ്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്നാണ്. ICFI യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളൊരു പദവിയാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ്. അവരുടെ ഏത് യൂണിവേഴ്സിറ്റികളിലും എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ക്ലാസ് എടുക്കാം. അവിടെ PhD ഗൈഡ് ചെയ്യാം, അവിടെ ടീച്ചർമാരെ ഗൈഡ് ചെയ്യാം, അവരെ മെന്റർ ചെയ്യാം, എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. അവർക്ക് സിക്കിം മുതൽ ഹൈദരാബാദ് വരെ ഉണ്ട്. അവരുടെ പണ്ട് നാഷണൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു, കോഴിക്കോട് അടക്കം. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കോളേജ്. MBA പഠിപ്പിക്കുന്നത്, MBA തുടങ്ങിയ കാലം ആ സമയത്ത് പഠിപ്പിച്ചു തുടങ്ങിയ ആളാണ്. അപ്പൊ അതിന്റെ ഒരു റെസ്പെക്ട് ഇപ്പൊ തന്നൊരു പൊസിഷനാണ്. ഇന്ത്യയിൽ അധികം യൂണിവേഴ്സിറ്റിക്കൊന്നുമില്ല. അമേരിക്കയിലൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആരുണ്ട്? പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ്. അതിന്റെ സംസ്കൃതം എന്താണെന്നറിയോ? ആചാര്യ പദവി. ഞാൻ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ എന്താ പറയാ? ആചാര്യൻ എന്നാ പറയാ. ആചരിക്കുന്ന ആളെയാണ് എന്താ പറയാ? ആചാര്യൻ. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആചരിക്കുക എന്നല്ല അർത്ഥം. സോ ഐ എം എ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ്. അടുത്ത ചോദ്യം. സാറ് എന്റെ കുറേ പുസ്തകങ്ങൾ നടുവിലെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ നശിച്ചുപോയി. കംപ്ലീറ്റ് ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം, 40 ലക്ഷത്തോളം ബുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് ചെലവാക്കിയിട്ടുള്ള ആളാണ്. പഠന പ്രശ്നങ്ങൾ തന്നെ ഇപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ, എല്ലാ കുട്ടികളും ചെറിയ കുറച്ച് കുട്ടികൾക്ക് ഈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഓർക്കാത്ത പ്രശ്നങ്ങൾ, പിന്നെ വായിക്കാൻ അറിയാത്ത, ഇപ്പൊ ചെറിയ ക്ലാസ് എന്നല്ല, ഇപ്പൊ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും കൃത്യമായിട്ട് വായിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പരിശ്രമിച്ച് പറ്റുന്നില്ല. പക്ഷെ അത് ടീച്ചറിന്റെ പ്രശ്നമാണോ? അല്ല, കുറേ ഡബ്ബകൾ വെക്കുക, ഇരുന്നോളൂ. കുറേ ഡബ്ബകൾ, അതിൽ A മാത്രം കട്ട് ചെയ്ത് കൊണ്ടിടണം. കുറേ ന്യൂസ് പേപ്പർ എടുക്കുക, കുറേ മാഗസീൻസ്, കുറേ നോട്ടീസുകൾ, അതിനകത്തൊക്കെ A ഉണ്ടാവുമല്ലോ. ഒരു കത്രിക കൊടുക്കുക. എന്നിട്ട് കുട്ടികളോട് എന്ത് പറയാ? കുട്ടികളോട് എന്ത് പറയണം? എല്ലാ Aയും കട്ട് ചെയ്തുകൊണ്ടിരാൻ പറയാം. അവരെന്ത് ചെയ്യും? സുഖമായിട്ട് കട്ട് ചെയ്തോണ്ട്. ഞാൻ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ആളാ. ഞാൻ ഈ പറഞ്ഞു നടക്കുന്ന ആളല്ല, ഇതെല്ലാം ചെയ്യുന്ന ആളാ. എല്ലാ Aയും കട്ട് ചെയ്യാം, എന്നിട്ട് ഒരു ഡബ്ബയിലിടാം. ഇത് കാണുമ്പോ 3 വയസ്സുള്ള കുഞ്ഞ് 3ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കും, ഏട്ടാ ഇത് എവിടെയാ കൊണ്ടാക്കേണ്ട ചോദിക്കും. ചോദിക്കുമല്ലോ. 10 പ്രാവശ്യം കട്ട് ചെയ്ത് കൊണ്ടാക്കിയാൽ നിങ്ങൾ എഴുതാൻ പറഞ്ഞ അവൻ നോക്കാണ്ട് എഴുതി. നിങ്ങൾ നിർബന്ധിച്ച് എഴുതി അവൻ എഴുതില്ല. മനസ്സിലായോ? അടുത്ത് ചെയ്യേണ്ടത് 5-6 സാധനം വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിള്. ഇനി വേറൊരു കഥ, നിങ്ങൾക്ക് ഇതല്ലേ അറിയാണ്ടുള്ളൂ. ഏത്? കൺട്രിയും ക്യാപിറ്റലും. ഫൈൻ. ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഇംഗ്ലീഷിൽ പറ. കണ്ട, ഞാൻ ചോദിച്ച കൃത്യമായിട്ട് ചോദ്യം മനസ്സിലായോ ഇല്ലയോ? ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞാൽ ഒട്ടനെ ഒരു കാലിലും നിർത്തണം, അല്ലെങ്കിൽ മുട്ടിൽ നിർത്തണം. ഞാനൊക്കെ അങ്ങനെ പണിഷ് ചെയ്യാം. ഞാൻ ഇങ്ങനെ നല്ല പണിഷ് ചെയ്യാം. എൻ്റെ തൊട്ടടുത്ത് വലിയൊരു വടിയുണ്ട്, 50 അടിയൊക്കെ ഒറ്റ അടിക്കിട്ടുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞ് 2ാമത് ഇങ്ങനെ ചെയ്താൽ നല്ലോണം പണിഷ് ചെയ്യും ഞാൻ.
വെറുതെ ഒന്നല്ല പഠിപ്പിക്കാം, ശരിക്കും പഠിപ്പിക്കും. ഇനി അങ്ങാണ്ട് അങ്ങനെ പറഞ്ഞാൽ ഡോണ്ട് കം ടുമോറോ. ഒരു വെജിറ്റബിൾ ഫ്രൂട്ടിന്റെ പേര് പറ. അങ്ങനെ പറഞ്ഞാ പോരെ? വെജിറ്റബിൾ ഫ്രൂട്ടാ? എന്ത് അസുഖം നോക്കൂ, പാടില്ല. ഇമ്മീഡിയറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ആള് അത് പറയാ, ഒന്ന് ആഡ് ചെയ്യാം. ഫുൾ പറയാൻ പോൾ. എത്ര നിങ്ങൾ പഠിക്കുന്നു? ടൊമാറ്റോ ആപ്പിൾ. ഉറക്കെ. ടൊമാറ്റോ ആപ്പിൾ. ഈ രണ്ടാള് പറഞ്ഞതും ഒന്ന് എക്സ്ട്രീ കൂടി കൂട്ടിയിട്ട് പറ. ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യാൻ കൊണ്ട് പറയിപ്പിക്കാൻ. ഉറക്കെ പറയേ. നമ്മൾ രണ്ടാളും പറഞ്ഞു നീ ആ പറഞ്ഞാ മതി, അവൻ പറഞ്ഞോളൂ. റിപ്പീറ്റ് ചെയ്യാൻ പറ. ടൊമാറ്റോ. പറയേ. ടൊമാറ്റോ, ടൊമാറ്റോ ആപ്പിൾ. ടൊമാറ്റോ ആപ്പിൾ. വേറൊന്നും കൂടി കൂട്ടി പറയും. ആ, ഏതെങ്കിലും ഒരു വെജിറ്റബിളോ ഫ്രൂട്ടോ, സാമ്പാറിലിടുന്ന സാധനം എന്ത്? ക്യാരറ്റ്. ബ്യൂട്ടിഫുൾ, ഗുഡ് ബോയ്. ടൊമാറ്റോ ആപ്പിൾ കാരറ്റ് കുക്കുംബർ. യാ, ടൊമാറ്റോ ആപ്പിൾ കാരറ്റ് കുക്കുംബർ. അവനെ കണ്ട ആപ്പിളാന്ന് തോന്നും, മറ്റവനെ കണ്ടാൽ ടൊമാറ്റോ എന്ന് തോന്നും. ഇതിനെ കണ്ടാൽ അങ്ങനെ ഓർമ്മിക്കണം. ഞാനൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം, കുറച്ച് കഴിയുമ്പോ ഇവരെ സ്വാപ്പ് ചെയ്യും. എന്നിട്ട് അവരുടെ പേരിൽ അവര് പറഞ്ഞത് നിങ്ങൾ പറയണം. അപ്പൊ ബുദ്ധി ടെസ്റ്റ് ചെയ്യും. ഇത് പഠിക്കൽ മാത്രല്ല, ഈ ആപ്പിളിനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടിരുത്തിയാൽ അവിടെ എത്തുമ്പോ അവൻ ആപ്പിൾ എന്ന് പറയണം. അങ്ങനെയാക്കും. ആ, ടൊമാറ്റോ ആപ്പിൾ കാരറ്റ് കുക്കുംബർ ബ്രിഞ്ചാൾ. ആ, ടൊമാറ്റോ ആപ്പിൾ കാരറ്റ് കുക്കുംബർ ബ്രിഞ്ചാൾ പംകിൻ. ആ, ടൊമാറ്റോ ആപ്പിൾ കാരറ്റ് കുക്കുംബർ നോക്ക്. ബ്രിഞ്ചാൾ ബ്രിഞ്ചാൾ പംകിൻ. പംകിൻ പൈനാപ്പിൾ. മനസ്സിലായോ? ഇങ്ങനെ പഠിപ്പിക്കുക. ആ സാധനങ്ങളുടെയൊക്കെ പടം വെക്കുക. ആ പടത്തിന്റെ ഒക്കെ സ്പെല്ലിംഗ് അതിനകത്ത് എഴുതുക. ഈ കട്ട് ചെയ്ത ഡബ്ബേന്ന് ഓരോന്ന് അങ്ങോട്ട് കൊണ്ടാക്കാൻ പറയാം. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ആക്ടിവിറ്റി ആയി. ആ ആക്ടിവിറ്റി ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് പഠിച്ചോളൂ. അതിനുള്ള ബോർഡ് അവൈലബിൾ ആണ് ഇപ്പൊ. എങ്ങനെ? ഇതൊക്കെ മാഗ്നറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആണ്. നമ്മൾ അങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യമില്ല, ഒറ്റ സാധനമല്ലേ വേണ്ടു. പിന്നെ ഇത് ചെയ്താൽ പിള്ളേർ കട്ട് ചെയ്യാൻ പഠിക്കും. ഏറ്റവും കൂടുതൽ വേണ്ടത് കുട്ടികൾക്ക് കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളാണ്. അതാണ് അവരെന്താക്കി മാറ്റുക? ഏബിൾ ആക്കി മാറ്റും. ഞാനൊക്കെ ഫുൾ ടൂൾസ് ആണ് മിക്കവാറും. ഇതെന്റെ മേക്കപ്പ് കിറ്റ് ആണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പുരികം ക്ലിപ്പ് ചെയ്യാനും നെയിൽ ഇതൊക്കെ ഇവിടെ ഒന്നുണ്ട്, ഹൈദരാബാദിൽ ഒന്നുണ്ട്. ഞാൻ എവിടെ താമസിക്കുന്നത് ഇരിക്കാറില്ല. 3 സ്ഥലത്തും ഇതുണ്ടാവും. എന്റെ ഡെഡ് സ്കിൻസ് കളയണമെങ്കിൽ ക്ലീൻ ആയിട്ട് കളയും. ഇവിടെ ഞാൻ ട്രിം ചെയ്യുന്നതും ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതും 40 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ പോകാറേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. സോ വി മസ്റ്റ് ലേൺ എവറി ആസ്പെക്ട്. ഇത് എപ്പോഴാണ് കട്ട് ചെയ്യാൻ പഠിച്ചത്? ഞാൻ 7ാം ക്ലാസ്സിലുള്ളപ്പോൾ ടൈലറിംഗ് പഠിച്ചാളാം. ടൈലറിംഗ് പഠിച്ചിട്ടുണ്ട്. എല്ലാം വി കട്ട്, യു കട്ട്, ഡബ്ല്യു കട്ട്, അംബ്രല കട്ട്, ഫ്രില്ല് വെച്ചിട്ടുള്ള, ഫ്രില്ല് വെക്കാത്തത്, എല്ലാ സാധനങ്ങളും സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഷർട്ട് അടക്കം, പാൻസ് അടക്കം. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടികളെ പഠിപ്പിക്കണം. 2 തുണി എടുക്കുക, കീറുക, സൂചി നൂലും കൊടുക്കുക, തുന്നാൻ പറയും. KG മുതൽ പഠിപ്പിക്കും. ഞാനൊക്കെ നടന്ന ഗ്രാൻഡ് മാ ചൈൽഡ് കെയറിൽ അവരുടെ ഇവാലുവേഷനിൽ ദ ചൈൽഡ് ക്യാൻ പാസ് ത്രെഡ് ടു ദ നീഡിൽ, യെസ് ഓർ നോ ആണ് ഇവാലുവേഷൻ. നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പല കുട്ടികളുടെയും പ്രശ്നങ്ങൾ അവർക്ക് ഇത് പിടിച്ച് നിങ്ങൾ നീക്കാൻ പറ്റില്ല. അത് പഠിച്ചാൽ ശ്രദ്ധയുണ്ടായി അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും അവർ ചെയ്യുന്നത് വരെ. അങ്ങനെയാണ് ഞാൻ 350 പിള്ളേരൊക്കെ അനങ്ങാണ്ടിരുത്തുന്നത്. കുറേ സൂചിയും കുറേ നൂലും ഒക്കെ വ്യത്യസ്തമായ. നിങ്ങളുടെയൊക്കെ ധാരണ അത് എവിടെയെങ്കിലും കുത്തുന്നതാണ്. കുത്തും. ആദ്യം കുത്തി കാണിച്ചു കൊടുക്കും, കുത്തിയ വേദന വരും. പിന്നെ അടുത്തവന് കുത്തിയാൽ നിന്നെ 4 കുത്തി ഞാൻ കുത്തുന്നും പറയും. പിന്നെ അവൻ കുത്തൂല, അവൻ ഇങ്ങനെ പിടിക്കും. നിങ്ങളുടെ ആയ കുത്തിപ്പോയാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. എന്ത് ശ്രദ്ധ ഉണ്ടാവുന്നത്. ചെറിയ കുട്ടികളടക്കം നമുക്ക് ഇരുത്താം. ആ ഇരുത്താനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ക്യാമ്പിനൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ വരും. അവരുടെ ചെറിയ കുട്ടികൾ 3ാം ക്ലാസ്സിലെ മോനത്രേ 4 വയസ്സുള്ള കുട്ടികൾ വരും. 2 ദിവസം കഴിയുമ്പോൾ അവൻ പറയും ഞാൻ പോണില്ല, അച്ഛനും അമ്മയും പോയിക്കോളാൻ പറയും. എവിടെ? പത്തനംതിട്ടയിലാണ്. അപ്പൊ ഈ കുഞ്ഞിക്കുള്ള ഡ്രസ്സ് കൊണ്ടില്ല, അതൊന്നും പഠിക്കണ്ട, ഞാൻ പഠിച്ചെടുത്തോളാം. ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അടുത്ത ഷോപ്പിൽ പോയിട്ട് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൊടുക്കാൻ പറയും.
4 വയസ്സുള്ള ഒരു കുഞ്ഞു പറയാ അണ്ടർവെയർ ഒന്നും വേണ്ട ഏടാറില്ല. ഈ 4 എന്റെ കൂടെ 10 ദിവസമൊക്കെ താമസിക്കാൻ പിള്ളേർ. പോണ സമയത്ത് എല്ലാരും കരയും. ഇരിക്കുമ്പോ ഞാൻ കരയിപ്പിക്കും, ആ പോകുമ്പോ എന്നെ കരയിപ്പിക്കുക. ഞാൻ എത്ര മക്കളാണ് അറിയാം, മനസ്സിലായോ? അപ്പൊ നല്ല പോലെ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ വായിച്ചോളും. സിവിൽ ഇപ്പൊ പഞ്ചാബിലായിരുന്നല്ലോ, അവർക്കും ഇതേ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ പ്രോബ്ലം എന്താ വെച്ചാൽ A ഫോർ ആപ്പിളെ അറിയുള്ളവർക്ക്, വേറെ A ഒന്നും അറിയില്ല. എന്ന് ചോദിച്ചാൽ ഉടനെ ആപ്പിളെ പറയുള്ളൂ, വേറെ എന്തെങ്കിലും പറ. A ഫോർ പിന്നെ 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 നാളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ A വെച്ചിട്ടുള്ള ഒരു 50 എണ്ണം എഴുതിക്കൊണ്ടില്ല, B വെച്ചിട്ട് എഴുതുക, Z വെച്ചിട്ട് എഴുതുക. ഞാൻ സാധാരണ പഞ്ചാബികളെ തമാശക്ക് പറയാറുണ്ട്, A ഫോർ ആപ്പിൾ, B ഫോർ ബഡ ആപ്പിൾ, C ഫോർ ചോട്ട ആപ്പിൾ. കാരണം അവർക്ക് ആപ്പിളെ അറിയുള്ളൂ. E ഫോർ ഏക് ആപ്പിൾ, F ഫോർ ഫിർ ഏക് ആപ്പിൾ, G ഫോർ ഗരാസ ആപ്പിൾ. അങ്ങനെ Z വരെ പറയും, Z വരെ പറയും ജറാസ ആപ്പിൾ. ഇങ്ങനെ പറ്റിക്കാറുണ്ട്. അപ്പൊ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, നല്ലപോലെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക, നല്ലപോലെ ക്രിയേറ്റിവിറ്റി. എന്താ വേണ്ടത്? അതാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ബുക്സ്. ഒന്ന് റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ. ഇത് എന്റേതല്ല, എന്റെ 66 കുട്ടികൾ കോൺട്രിബ്യൂട്ട് ചെയ്ത എസ്സേ ആണ്. ഇത് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ് ആണ്. ഇതാണ് സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക്. ഓക്കെ, ഇതെന്റെ കവിതകളാണ്. റിതം ഓഫ് ലൈഫ്, ഇതൊക്കെ ഇവിടെയുള്ള ബുക്കാണ്. ഇത് നടുവിലുണ്ട്, അതുകൊണ്ട് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് പയ്യന്നൂരിൽ നിന്ന് ഒരു പയ്യൻ വരാന്ന് പറഞ്ഞു, അവന് കുറെ ബുക്സ് വിൽക്കണം, തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് കുറച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നു, 10 എണ്ണം കണ്ടു. ഇതാണ് ലൈഫ് ഹാർമണി ഇൻ ഹാർട്ട്. ഇത് ഞാൻ UK-ലുള്ള, ഇതിനകത്ത് പുറത്ത് കാണാം, മോട്ടിവേറ്റഡ് ബൈ പ്രൊഫസർ ക്യൂൻ എലിസബത്ത് എന്ന് എഴുതിയിട്ടാണ്. അവരുടെ ഒരു കമ്പനി ഉണ്ട്, യെസ് യു ക്യാൻ ഇന്റർനാഷണൽ. അതിന്റെ സ്പീക്കറാണ് YYCI. എന്താണ്? ഉറക്കെ പറയും, യെസ് യു ക്യാൻ. അവരെങ്ങനെയാ പറയാ? എന്താണ്? അതാണ് YYCI ഇന്റർനാഷണൽ ആണ്. യെസ് യു ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് വി ക്യാൻ. അങ്ങനെ അവർ പറയാം. അവര് ആഫ്രിക്കക്കാരിയാണ്, പക്ഷെ ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. അവർ പറയണതാണ്, ഡോക്ടർ TPS ഇസ് മൈ പേഴ്സണൽ മെന്റർ. അവർ സാധാ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. കുറേ PhD ഉണ്ട് അവരുടെ അടുത്ത്, പലരും കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ടോക്കാണ്. അവർ നടത്തിയ ടോക്കുകളുടെ റെഫറൻസ് യൂട്യൂബിൽ വന്നിട്ടുള്ള ഇവിടെ ഉണ്ട്, ഡേറ്റ് അടക്കം. ആ കൊടുത്ത ടോക്കുകളൊക്കെ കൂട്ടിച്ചേർത്തൊരു ബുക്കാക്കി. അവർ അസലായിട്ട് ഭഗവത്ഗീത എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ചെല്ലാനൊന്നും അറിയില്ല, പക്ഷെ കാതലൊക്കെ പഠിക്കും. കാരണം ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അടുത്ത കാലത്ത് അവരുടെ കീഴിൽ കുറെ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 2 മലയാളം വാക്ക് അല്ലെങ്കിൽ സംസ്കൃതം വാക്ക് പഠിപ്പിച്ചു. സുഖം. എന്താണ്? നമുക്കൊക്കെ അറിയുന്നല്ലേ? അറിയോ സുഖം എന്ന് പറഞ്ഞാൽ? അറിയോ? അതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ ആദ്യം പഠിപ്പിച്ചതിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഇപ്പോഴും. സുഖം എന്ന് പറഞ്ഞാൽ അറിയോ? നിങ്ങൾക്ക് അറിയില്ല. സുഖം എന്ന് പറഞ്ഞാൽ എന്തോ അറിയാം, പക്ഷെ എന്തുകൊണ്ട് ആ വാക്ക് വന്നു എന്നറിയോ നിങ്ങൾക്ക്? ഘം എന്ന് പറഞ്ഞ സ്പേസ് എന്നാണ്. ഞാൻ ഘം സയന്റിസ്റ്റ് ആണ്. എന്ത് സയന്റിസ്റ്റ് ആണ്? ഘം സയന്റിസ്റ്റ്. ഓക്കെ, സ്പേസ് സയന്റിസ്റ്റിന്റെ ഘം സയന്റിസ്റ്റ് എന്നാണ് സംസ്കൃതത്തിൽ പറയേണ്ടത്. ഘം ശാസ്ത്രജ്ഞൻ. ആരാണ് ഞാൻ? അതിൽ സു ചേർക്കുമ്പോ സുഖമായി. സ്മിത നല്ലപോലെ ചിരിച്ചാൽ സുസ്മിതയായി. സന്തോഷം നല്ലപോലെ വന്നാൽ സസന്തോഷം. അല്ലേ? ക്രമം തെറ്റിയാൽ അക്രമം. ആ ചേർത്താൽ ദു ചേർത്താൽ മോശം, സാ ചേർത്താൽ നല്ലത്. അപ്പൊ ദു ചേർത്തിട്ട് ഖം ചേർത്താൽ ദുഃഖം, മോശം സ്പേസ്. സു ചേർത്തിട്ട് ഖം ചേർത്താൽ സുഖം, നല്ല സ്പേസ്. മനസ്സിലായോ? അപ്പൊ സുഖവും ദുഃഖവും എന്താന്ന് മനസ്സിലായോ? നമ്മുടെ ഉള്ളിലെ സ്പേസ് നന്നായാൽ സുഖം, മോശമായാൽ ദുഃഖം. അത് ഞാൻ പഠിപ്പിച്ചു. എന്നിട്ട് ആരെങ്കിലും കാണുമ്പോ സുഖം ഇങ്ങനെ വെറുതെ ചോദിച്ചാ പോരെ, സുഖം. നമ്മളിപ്പോ ഒരു മലയാളിയെ കണ്ട് സുഖം ചോദിക്കുമ്പോ അവരെന്ത് പറയും? ഇങ്ങനെ പോണു. എന്നാ എനിക്ക് ചത്തൂടെ? എന്തിനാ ഇങ്ങനെ പോണ്?
തമിഴിലും അങ്ങനെ പറയാം, ഇപ്പടിയേ പോകരുത്. തെലുങ്കിലോ ജരകത്തായത്, ഞെരങ്ങി ഇറങ്ങി പോകുന്നു. കന്നഡയിലോ നടിത്തായത്, നടക്കുന്നിങ്ങനെ. ഹിന്ദിയിൽ എങ്ങനെ പറയാ അറിയാം? ചെൽത്താഹെ. ഗുജറാത്തിൽ എങ്ങനെ പറയാ അറിയാം? മജെ മെച്ചേ, ഹാപ്പി ആണെന്ന് പറയാം. ബംഗാളിൽ എങ്ങനെ പറയാ അറിയാം? ബാലുവാച്ചേ, ഭയങ്കര ഹാപ്പി എന്നാ പറയാം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭൂപടത്തില് പഞ്ചാബും ഗുജറാത്തും ഒക്കെ എത്തുമ്പോ വീതി കൂടി 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 കേരളത്തിലേക്ക് വരുമ്പോ കഞ്ചൂസായി സുഖുലാണ്ടായി. ഇന്ത്യയുടെ പടം അങ്ങനെ. എന്റെ ഗുരു എന്നോട് പറഞ്ഞതാ, എന്തുകൊണ്ടാണ് ഇവിടെ ഹാപ്പി അല്ലാത്തത്? മനസ്സിങ്ങനെ ചുരുങ്ങി വരുന്ന പോലെയാണ് ഭൂമിശാസ്ത്രം. ഇത് രസാന്നല്ലേ അങ്ങനെ ഒരു ചിന്ത? ആണോ അല്ലയോ? അവരുടെയൊക്കെ കൂടെ ജീവിച്ചതാണ് എന്റെ ഭാഗ്യം. ഇതൊന്നും എന്റെ അറിവല്ല. അവരുടെയൊക്കെ കൂടെ താമസിക്കുക, അവരുടെ കൂടെ കിടന്നുറങ്ങുക, അവരുടെ കൂടെ വീട്ടിലേക്ക് പോവുക, അവരുടെ യാത്ര ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടൊക്കെ പഠിപ്പിച്ചതിന്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ പറയണത്. മനസ്സിലായോ? അപ്പൊ ഘം ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സുഖവും ദുഃഖവും മനസ്സിലാക്കുക. അപ്പൊ ആ സ്ത്രീ എന്ത് ചെയ്തു? അവരുടെ കൊളീഗ്സിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, സുഖം ഇങ്ങനെ ചോദിച്ചാൽ മതി. എങ്ങനെ ചോദിക്കണം? സുഖം ഇങ്ങനെ അറിയും, സുഖം. അപ്പൊ അവർ സുഖം എന്ന് പറയും. അത് മാത്രല്ല, യു നോ മലയാളം ചോദിക്കുന്നു പറഞ്ഞു. വിൽ ഇറ്റ്? യു ട്രൈ. പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അതുവരെ കൂടെ വർക്ക് ചെയ്തു, പക്ഷെ ആ സ്നേഹം ഉണ്ടാവില്ല. ഇത് ചോദിച്ചപ്പോ അവർക്ക് എന്തായി? അവർക്ക് സ്നേഹം കിട്ടി. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു, ഘം എന്ന് പറഞ്ഞ സ്പേസ് ആണ്, സുഖം എന്ന് പറഞ്ഞ സു ചേർത്താൽ നല്ല സ്പേസ്, അതാണ് ആ വാക്ക് വന്നതൊക്കെ ഇവർ അങ്ങോട്ട് പഠിപ്പിക്കുക. ആരെ? മലയാളികള് മലയാളം പഠിപ്പിക്കുന്നു. ആര്? ആഫ്രിക്കയിൽ നിന്ന് ലണ്ടനിൽ വന്ന് താമസിക്കുന്ന ക്യൂൻ എലിസബത്ത്, പ്രൊഫസർ ഡോക്ടർ ക്യൂൻ എലിസബത്ത് ലുക്കാസ് 2 ആണ് അവരുടെ പേര്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ഭാഷ പഠിക്കണം. എങ്ങനെ പഠിക്കണം? അർത്ഥം അറിഞ്ഞു പഠിക്കണം. അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, യു വിൽ എൻജോയ്. അതാണ് വേണ്ടത്. എഡ്യൂക്കേഷൻ എഴുതുക, EDUCATION. ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അതിനകത്ത്? EDUCATION ഏതെങ്കിലും റിപ്പീറ്റ് ഉണ്ടോ? എത്ര ഉണ്ടാകെ? 9. അതിൽ നിന്നുണ്ടാക്കാവുന്ന ഒറ്റ ലെറ്റർ മീനിങ് ഫുൾ വേർഡ് ഏതെങ്കിലും ഒന്ന് പറയും. I. ഗുഡ് ഗേൾ, ലവ് യു. ഓണൊന്നും രണ്ടല്ലേ മോളെ, ഒറ്റ വാക്കാണ്, ഒറ്റ ലെറ്റർ വേർഡ്. യു ഇറ്റ്സ് നോട്ട് എ മീനിങ് ഫുൾ വേർഡ്. ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മീനിങ് ഫുൾ വേർഡ് അല്ല. അത് എഴുതാം, ഒറ്റ ലെറ്റർ എഴുതാം. നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ലാത്തതുകൊണ്ട് കുറെ എഴുതും, അങ്ങനെ പാടില്ല. ഒറ്റ ലെറ്റർ ഒരു സ്ഥലത്ത് എഴുതുക. 2 ലെറ്റർ എത്ര എഴുതാം? അതിനകത്തുള്ള ലെറ്റേഴ്സ് കളക്ട് ചെയ്ത് IT ഇറ്റ്. പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള മെത്തേഡാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. അറ്റ്, ഇറ്റ്, ഓൺ, നോ, ആൻഡ്. എന്റെ മക്കൾ എത്ര ക്രിയേറ്റീവ് ആണെന്ന് നോക്കിയാട്ടെ. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത പണിയായത് ആണോ അല്ലയോ? ഉറക്കെ പുതിയൊരു മെത്തേഡ് പഠിച്ചോ ഇംഗ്ലീഷ് പഠിക്കാൻ? എത്ര വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. 3 ലെറ്റർ വേർഡ് സെപ്പറേറ്റ് എഴുതാ, 4 സെപ്പറേറ്റ് എഴുതാ, 9 ലെറ്ററും വേറെ പുതിയത് ഉണ്ടാക്കാം. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ. ഓക്കെ, ഒന്ന് ഗസ് ചെയ്തിട്ട് ആ എഴുതിയ പേജിന്റെ മുകളിൽ റൗണ്ട് വട്ടോട്, ആ വട്ടത്തിന്റെ മുകളിൽ ഒരു നമ്പർ എഴുതി. നിങ്ങൾക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഗസ് ചെയ്തൊന്ന് എഴുതിപ്പോ. വെറുതെ എഴുത്, എത്ര വാക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ നമ്പറാണ് എനിക്ക് വേണ്ടത്. 10 പറ്റുമോ, 20 പറ്റുമോ, 30 പറ്റുമോ, 40 പറ്റുമോ, 50 പറ്റുമോ, 100 പറ്റുമോ, 200 പറ്റുമോ? എഴുത്, വെറുതെ ഗസ് ചെയ്ത്, തെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല. എത്ര പറ്റും? 21. അതിലാർക്കും കൂടി പറയണ്ടോ? എത്ര പറ്റും? 40. ഇത് ചെയ്യാറില്ല. എന്നാ അതിനെ പറയാ? ഇങ്ങനെ കുട്ടി വിളിക്കുന്നത് എന്താ പറയാ? ആ, ലേലം വിളിക്കുന്ന പോലെ പറയാ. അടുത്ത ആള് എത്ര പറ്റും? 90. വണ്ടർഫുൾ. അടുത്തത് 90ൽ കൂടുതൽ ആർക്കും പറ്റുമോ? ആരാ 900 പറഞ്ഞത്? ഡോണ്ട് ടെൽ ഇമ്പോസിബിൾ തിങ്സ്. യു വിൽ ബി ഇൻ സൂപ്പ്. ട്രൈ. ഓക്കെ, നാളെ വന്നിട്ട് എന്ത് ചെയ്യണം? എന്നെ കാത്തിരിക്കരുത്. ഒരാൾ വന്ന് മറ്റയാളെ കണ്ട ഒട്ടനെ എന്ത് ചെയ്യണം? എത്ര എഴുതിയെന്ന് ചോദിക്കാം. ഈ പറഞ്ഞ എല്ലാ അസൈൻമെന്റ്സും. പിന്നെ നാളെ വരേണ്ട ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ എൻ്റെ 9502038875
നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഇന്നെന്താ പഠിച്ചെന്നുള്ളൊരു പാരഗ്രാഫ്, നാളെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുന്ന സംഭവം. കാരണം നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ. ഇല്ല നമുക്കായി ഒരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്ക നാം. കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനില്ല, പറയാനില്ല. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും എന്നോടൊന്നും സംസാരിക്കാൻ തോന്നിയിട്ടില്ല. അഞ്ജലിക്കും സംസാരിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് എന്നെ അഞ്ജലി അറിയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാണ്. മനസ്സിലായോ? ആ തോന്നൽ നിങ്ങൾക്ക് ഇല്ലാത്തിടത്തോളം കാലം ഐ ആം യൂസ്ലെസ്. ഇനി ഇത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പറയും അതൊക്കെ വേസ്റ്റ് ആയിരുന്നു പറയും. അത് എന്റെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പാ? നിങ്ങളുടെ കുഴപ്പം. മനസ്സിലായോ? അതുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കണം നിങ്ങൾ തീരുമാനിക്കാം. ഇന്നതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചറപറ പറഞ്ഞത്. ഓക്കെ, കുറെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ തന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യാനല്ല തന്നത്. അതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണം. ഇനി ഈ ബലൂൺ വെച്ചിട്ടൊക്കെ കുറെ സർക്കസ് കാണിക്കാം. എന്താ അറിയോ? ഒരു ബലൂണിൽ ഫുൾ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് മറ്റേ ബലൂണിൽ നിറക്കാതിരിക്കുക. അന്യം ഒരു ട്യൂബ് വെച്ചിട്ട് രണ്ടും കൂടി റബ്ബർ ബാൻഡ് ഇടുക. നിങ്ങൾക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ അത് ബാലൻസ്ഡ് ആവും. ഇങ്ങനെ കുറേ സയൻസ് എക്സ്പെരിമെന്റ്സ്. ഇപ്പൊ ഹയർ ക്ലാസ്സിലുള്ളവർക്ക് ഇത് കുറേ സയൻസ് ആണ്, പ്രഷറാണ്. P ഈസ് ഈക്വൽ ടു RT എന്ന് പറഞ്ഞിട്ടൊരു റൂൾ. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ പ്രഷറും വോളിയും സെയിം ആവും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ കുറേ തിയറംസ് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന എന്തെങ്കിലും സംശയം അഞ്ജലിയോട് ചോദിച്ചാൽ മതി. ഫിസിക്സ് BSc ആണ്. ഓക്കെ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഞാനില്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് നല്ല കുറെ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ അനന്തൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു മാഷുണ്ട്, സയൻസ് മാഷ്. എന്നെ പഠിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഒരു ദിവസം കൊടുക്കാം. സയൻസ് എക്സ്പെരിമെന്റ്സ്. 2 ബാഗും കൊണ്ടുവരും. കംപ്ലീറ്റ് നിങ്ങൾ കാണിച്ചു തരും. എങ്ങനെ എയർപ്ലെയിൻ ഉണ്ടാക്കാം, അതെങ്ങനെ പറക്കും, എങ്ങനെ ബൂമറാങ് ഉണ്ടാക്കാം, ഒക്കെ പഠിപ്പിക്കുക. അസാധ്യ വ്യക്തിയാണ്. ഐ ഹാവ് നോട്ട് സീൻ എ സയൻസ് ടീച്ചർ ബെറ്റർ ദാൻ. ഇളക്കാളും നല്ലൊരു സയൻസ് ടീച്ചറെ ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടില്ല. അവര് പഠിപ്പിച്ച കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിക്കുക. ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇതിനും ഞാൻ വരേണ്ട കാര്യമില്ല. പക്ഷെ ഇത് നിങ്ങൾക്കൊരു ട്രിഗർ ആയിട്ട് നല്ലൊരു ഗ്രൂപ്പായിട്ട് ഒരു സ്ഥലത്തും ട്യൂഷന് പോകരുത്. ഈ ട്യൂഷൻ എന്നുള്ള വാക്ക് എനിക്ക് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ട്യൂഷൻ എഴുതിയാലേ അത് അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ മാത്സും ഫിസിക്സും 7ാം ക്ലാസ്സിൽ എത്ര പേരുണ്ട് ഇവിടെ? കൈപൊക്കിയ. ഇപ്പൊ 7ലാണോ അല്ല 8ലേക്ക് പോകണം? മറ്റന്നാ തുടങ്ങല്ലേ ക്ലാസ്. 7ാം ക്ലാസ്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നാവുന്ന സബ്ജക്ട്